അളവറ്റ ദയാപരനും കരുണാവാരിധിയുമായവൻ, പ്രതിഫല ദിവസത്തിന് അധിപനായവൻ. നിനക്കു മാത്രം ഞങ്ങൾ ഇബാദത്തു ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. നീ ഞങ്ങളെ നേർവഴിയിൽ നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിന് ഇരയായവരുടെയും വ്യതിചലിച്ചവരുടെയും മാർഗത്തിലല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ സംബന്ധിക്കുവാനും അല്ലാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് അന്യോന്യം മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നമുക്കനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. സമയവും സന്ദർഭവും നമുക്കനുകൂലമാക്കിയ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിലായി ചങ്ങരംകുളത്ത് വെച്ച് സംഘടിപ്പിക്കപ്പെട്ട മുജാഹിദ് 7ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രചരണ ഭാഗമായി കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയിലാണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. നേരത്തെ മനസ്സിലാക്കിയതുപോലെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് പരിപാടികൾ ഇതേ സമയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആഘോഷമായാലും സമ്മേളനമായാലും അപ്രകാരം തന്നെ ഏതൊരു കാര്യമായാലും അടിസ്ഥാനപരമായി അത് ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്
ഇസ്ലാമിക ദഅവത്തിന്മേലാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ തനതായ വിശ്വാസ, ആചാര, അനുഷ്ഠാന കർമ്മങ്ങൾ സമൂഹത്തിലേക്ക് കൃത്യമായി വിവരിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലർക്കും ഇഷ്ടമില്ലാത്തത് മുജാഹിദുകൾക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. മുജാഹിദുകളുടെ സംസാരം പലർക്കും അനിഷ്ടകരമായി അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ചില കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അത് തങ്ങൾക്കെതിരായി മാറും, തന്റെ സമൂഹത്തിനെതിരായി മാറും, തന്റെ കുടുംബത്തിന് എതിരായി മാറും എന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ കഴിഞ്ഞ താളുകളിൽ വളരെ വ്യക്തമായി അവതരിപ്പിക്കപ്പെട്ട, കൃത്യമായി നാം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരുടെയും മുഖം നോക്കാതെ, അഭിപ്രായം മാനിക്കാതെ റബ്ബ് സുബ്ഹാനഹു വ തആല വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിപ്പിച്ച വിശുദ്ധമായ ഈ ആദർശം കൃത്യമായി ജനമനസ്സുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ആ ഉത്തരവാദിത്വം, ആ ബാധ്യത കൃത്യമായി നിർവഹിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി തന്നെ പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആരോപണങ്ങളും തെറ്റിദ്ധരിപ്പിക്കലുകളുമൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ നടക്കാറുമുണ്ട്. നാട്ടിലങ്ങോളം ഇങ്ങോളം മുജാഹിദ് പ്രസ്ഥാനം രൂപീകൃതമായ കാലഘട്ടം മുതൽ ഇന്നുവരെ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അസത്യങ്ങളും അർദ്ധസത്യങ്ങളും അടങ്ങുന്ന വാചകങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ എഴുതുവിടുകയും ഈ പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള ഗമനം ഇല്ലാതാക്കുവാനുള്ള ശക്തമായ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള എല്ലാവിധ തടസ്സങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ അജയ്യമായ മുന്നേറ്റം കൃത്യമായി നടത്തിയിട്ടുണ്ട് എന്നത് ഇസ്ലാഹി ചരിത്രമാണ്. അത് ഏതെങ്കിലും നിലക്ക് ആരെയും പറഞ്ഞു ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം ആ പറഞ്ഞ കാര്യത്തിന് സാക്ഷിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ആശയം വിശുദ്ധ ഖുർആനിന്റെ ആശയമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തിന് കൈമാറിയ ആശയമാണ്. അതെന്ത് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിലനിർത്തിയിട്ടുണ്ട്. ആ കൃത്യമായ ദൗത്യപാട് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് ശക്തമായ മാറ്റം ഈ കേരള സമൂഹത്തിൽ ഉണ്ടാക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം പുതുതായി ആവിഷ്കരിച്ചുണ്ടാക്കിയിട്ട് അതൊരു സമൂഹത്തിൽ പരീക്ഷിക്കുക എന്ന നയമല്ല മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചത്. നേരെ മറിച്ച് വളരെ മുമ്പ് തന്നെ പരീക്ഷിച്ച് ഫലമറിഞ്ഞ ഒരു കാര്യം ആ തനതായ രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ കൃത്യമായി സമൂഹത്തിന്റെ നവോത്ഥാനത്തിനും സമൂഹത്തിന്റെ ഉന്നതിക്കും സമൂഹത്തിന്റെ ഉയർച്ചയ്ക്കും വേണ്ടി സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതെന്തായിരുന്നു? ഏതായിരുന്നു ആ പരീക്ഷിക്കപ്പെട്ടത്? ഏതൊരു കാര്യമാണ് മുമ്പ് ഈ ലോകത്ത് സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി ഇറക്കപ്പെട്ടത്? ആരായിരുന്നു ആ പ്രചരണ ഭാഗമായി കടന്നു വന്നത്? വിശുദ്ധ ഖുർആൻ കൃത്യമായി അതിന് നമുക്ക് മറുപടി പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ജുമുഅയിലെ 2ാമത്തെ സൂക്തത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും, ഉമ്മിയുകളായ നിരക്ഷരരായ ഒരു സമൂഹത്തിൽ അവരിൽ നിന്നു തന്നെയുള്ളൊരു പ്രവാചകനെ നിയോഗിച്ചവനാണ് അല്ലാഹു. ആ പ്രവാചകൻ വന്നുകൊണ്ട് ആ സമൂഹത്തിൽ നടത്തിയ പരിവർത്തനം എങ്ങനെയായിരുന്നു? ആ സമൂഹത്തിൽ ആ പ്രവാചകൻ മാറ്റമുണ്ടാക്കിയത് എങ്ങനെയായിരുന്നു? ഖുർആൻ പറയുകയാണ്, ഒന്നാമതായി യത്ലൂ അലൈഹിം ആയാതിഹി,
അല്ലാഹുവിന്റെ ആയത്തുകൾ ആ പ്രവാചകൻ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതരിക്കുന്ന, റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ആ പ്രവാചകൻ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുകയാണ്. വയുസക്കീഹിം, അതുവഴി അവരെ സംസ്കരിക്കുകയാണ്. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും ഹിക്മത്തും അവർക്ക് ആ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് ഖുർആനും ഹിക്മത്തും എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ ഖുർആനിന് പുറമെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ, പ്രവാചകന്റെ സുന്നത്തുകളും ആ പ്രവാചകൻ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു, വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ആ പ്രവാചകൻ ആ സമൂഹത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ആ സമൂഹം വ്യക്തമായ വഴികേടിലായിരുന്നു, വ്യക്തമായ അന്ധവിശ്വാസങ്ങളിലായിരുന്നു, വ്യക്തമായ ദുരാചാരങ്ങളിലായിരുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി കൊടുത്തിട്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം ആ ദൗത്യം കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ നിർവഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തെ അന്ന് പഠിപ്പിച്ചത് എന്ത്? അന്ന് പ്രവാചകൻ ഈ സമൂഹത്തെ സമുദ്ധരിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച മാധ്യമം എന്ത്? ആ മാധ്യമം കൃത്യമായി സ്വീകരിക്കുകയും ഈ സമൂഹത്തെ സമുദ്ധരിക്കുവാൻ വേണ്ടി കൃത്യമായി കാര്യങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന ദൗത്യം മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിർവഹിക്കുന്നുണ്ട്. അല്ല, ഒരു പടി കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് മുജാഹിദികൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആദർശം ഈ സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കുന്ന, കൃത്യമായി പറയുന്ന കേരളത്തിലെ ഏക സംഘടന കേരള നേതൃത്വത്തിൽ മുജാഹിദീനാണ് എന്ന് അഭിമാനത്തോടെ മുജാഹിദികൾക്ക് പറയാൻ കഴിയും. ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്. കേരളക്കര എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഘടനകൾക്ക് ജന്മം നൽകിയ നാടാണ്. സംഘടിച്ച് ശക്തരാകുവീൻ എന്ന പ്രഖ്യാപനം അനവധി മുൻഗാമികളായ മഹത്തുക്കൾ, ഇന്ത്യ കണ്ട മഹത്തുക്കൾ വിളിച്ചു പറഞ്ഞ സംഘടിച്ചു ശക്തരാകുവീൻ എന്ന ആ ആഹ്വാനം വളരെ ശക്തിയായി സ്വീകരിച്ച, അങ്ങേയറ്റം മനസ്സോടെ സ്വീകരിച്ച ഒരു സമൂഹമാണ് കേരളത്തിലെ സമൂഹം. അതുകൊണ്ട് കേരളക്കരയിൽ അനവധി സംഘടനകൾ കാണാം. ഒരു സംഘടനയല്ല, രണ്ടു സംഘടനയല്ല, അനവധി സംഘടനകൾ. ആര് തുമ്പിയാലും സംഘടനയാണ്. ആര് പ്രവർത്തിച്ചാലും അവര് ഒരു നേതാവായി ചമഞ്ഞു, അതിന് കീഴിൽ കുറച്ച് അനുയായികൾ, ഒന്നായാലും രണ്ടായാലും മൂന്നായാലും ഉണ്ടായാൽ മതി. അങ്ങനെ ഒരു സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി, അങ്ങനെ ഒരു സംഘടന. എന്തിനും ഒരു സംഘടന. അങ്ങനെ സംഘടനയെ മുട്ടിയിട്ട് നടക്കാൻ കഴിയാത്ത കൊച്ചു കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എന്ന ഈ സംഘടന നിലകൊള്ളുന്നത് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ആദർശം കൃത്യമായി ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറയുക എന്ന ഏക ഉദ്ദേശം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അതല്ലാത്ത ഒരു ഉദ്ദേശം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. അതല്ലാത്ത ഒരു അജണ്ട മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഏറ്റവും അധികം വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ഒരു സംഘടന കേരള നേതൃത്വത്തിൽ മുജാഹിദീനാണ് എന്ന് തീർത്തു പറയാം. കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോ അത് പഴഞ്ചനായി ചിത്രീകരിക്കുന്നവർ ഒരു ഭാഗത്ത്, അത് പുത്തൻവാദമായി അവതരിപ്പിക്കുന്നവർ മറുഭാഗത്ത്. ഇതൊക്കെ അപൂർണമാണ് എന്ന് വാദിച്ചുകൊണ്ട് വേറൊരു വിഭാഗം നേർക്കുനേരെ. ഈ രൂപത്തിൽ പല രൂപത്തിലും വിമർശന വിധേയമാക്കപ്പെട്ട ഒരു സംഘടന കേരള നേതൃത്വത്തിൽ മുജാഹിദീനാണ്. എന്തുകൊണ്ടാണ് വിമർശന വിധേയമായത്? പലർക്കും ഇഷ്ടമില്ലാത്ത കാര്യം തുറന്നു പറഞ്ഞു എന്നത്. എല്ലാവരും മറച്ചു വെക്കാൻ ഇഷ്ടപ്പെട്ട, എല്ലാവരും ഒളിച്ചു വെക്കാൻ ഇഷ്ടപ്പെട്ട അവരുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആ രൂപത്തിൽ അവർ കൊണ്ടു നടക്കുന്ന സർവമാന ദുർവൃത്തികളും ന്യായീകരിക്കുവാനും അതിന് ഓച്ചാന പാടുവാനും ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ അജണ്ടകൾ മാറ്റിമറിച്ചപ്പോൾ, ഇല്ല, അള്ളാഹുവിന്റെ ഖുർആനിന്റെ വെളിച്ചം തല്ലിക്കെടുത്താൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ വെളിച്ചം തല്ലിക്കെടുത്താൽ ഒരുത്തരെയും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ട് വന്ന ഒരു പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ് എന്ന് അഭിമാനത്തോടെ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെയുണ്ട്. ഞാൻ വിമർശിക്കുകയല്ല,
നേരെ മറിച്ച് നമ്മളൊന്ന് അവലോകനം ചെയ്യുക. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന കേരളക്കരയിൽ വന്നുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ ആ പ്രവർത്തനത്തിന്റെ ഉദ്ദേശമായി പറഞ്ഞത് എന്താണ്? അത് അധികാരം പിടിച്ചടക്കണം നമുക്ക് എന്നതാണ്. ഇന്ത്യയുടെ അധികാരം നമുക്ക് പിടിച്ചടക്കണം, ഇവിടുത്തെ ഭരണം നമുക്ക് പിടിച്ചടക്കണം. അങ്ങനെ ഭരണം പിടിച്ചടക്കുവാൻ ആവശ്യമായ കർമ്മഗതികളുമായി നമ്മൾ നീങ്ങണം. ആ രൂപത്തിൽ ഉള്ള അജണ്ടകൾ നാം നടപ്പാക്കണം. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രവർത്തിച്ചു. ഒരുപാട് മൗദൂദിയൻ സിദ്ധാന്തങ്ങൾ ഛർദ്ദിച്ചു. ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ച ആശയഗതികൾ, മൗദൂദി സാഹിബിന്റെ ചിന്താഗതികൾ കേരള സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ ആദർശം സ്വീകരിക്കണമെന്ന് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന നമ്മോട് ആവശ്യപ്പെട്ടപ്പോൾ ആ സംഘടനയുടെ അജണ്ടയായി പ്രഖ്യാപിച്ചത് ഒരു രാഷ്ട്രീയമായിരുന്നു. മൗദൂദി സാഹിബിന്റെ ചിന്തയിൽ ഉദിച്ചു വന്ന ആ ആശയം ഈ കേരളത്തിൽ പ്രചരിച്ച് കുറച്ചു കാലം കഴിഞ്ഞ് ഈ ഇന്നലെയോ മിനിഞ്ഞാന്നോ പത്രത്തിൽ നാം വായിച്ചു. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ പ്രഖ്യാപനം എന്തായിരുന്നു? ആ പ്രഖ്യാപനം ഈ ഇന്ത്യയിൽ മൗദൂദി സാഹിബിന്റെ സിദ്ധാന്തങ്ങൾ നടപ്പിലാക്കാൻ സാധ്യമല്ല, മൗദൂദി സാഹിബിന്റെ സിദ്ധാന്തങ്ങൾ കേരളക്കരയിൽ നടപ്പിലാവുകയില്ല, നമുക്ക് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ആദർശമായി, ഒരു പ്രഖ്യാപനമായി, ഒരു ടോപ്പിയായി ജമാഅത്തെ ഇസ്ലാമി മാറുകയാണ് ഉണ്ടായത്, അല്ലേ? പക്ഷേ ഈ ഉട്ടോപ്യൻ സിദ്ധാന്തത്തിൽ അവരിട്ട പേര് സുന്നത്ത് ജമാഅത്ത് എന്നായിരുന്നു. ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വാഗ്ദാക്കൾ എന്നായിരുന്നു. പക്ഷേ ലോകത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ബദൽ ശക്തിയായി നിലനിൽക്കുന്ന ഷിയാക്കളുമായിട്ടല്ലാതെ ആദർശപരമായിട്ടോ അടിസ്ഥാനപരമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കോ ജമാഅത്തെ ഇസ്ലാമി ബന്ധപ്പെട്ടിട്ടില്ല എന്നത് ജമാഅത്തിന്റെ ചരിത്രം പഠിച്ച, ജമാഅത്തിന്റെ സാഹിത്യം വായിച്ച ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഒരിക്കലും സുന്നത്ത് ജമാഅത്തിനെ അവർ ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. പക്ഷേ അവർ വാദിച്ചത് സുന്നത്ത് ജമാഅത്ത് എന്നായിരുന്നു. ഇതൊരു ഭാഗമാണ്. മറ്റൊരു ഭാഗമോ, നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ കടന്നു വന്ന ഒരു ഇസം. എന്തായിരുന്നു ആ ഇസത്തിന്റെ അജണ്ട? ഹദീസ് നിഷേധമായിരുന്നു. ഈ കൊച്ചു കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കേരള നുദൂത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഉള്ളിലേക്ക് കടന്നു കയറിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇറങ്ങിപ്പോകാൻ പരിശ്രമിച്ച ഒരു വിഭാഗം ആളുകൾ, ആ ആളുകൾ കടന്നു വന്നു. അവരൊരു അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. മടവൂരിസം ഇവിടെ കടന്നു വന്നു. അങ്ങനെ മടവൂരിസം കടന്നു വന്ന് ഇവിടെ പ്രവർത്തിച്ചപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തണലിൽ ആ പ്രസ്ഥാനത്തിന്റെ ബാനർ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രസ്ഥാനം നിലനിർത്തുന്ന അഭിമാനവും ആ പ്രസ്ഥാനത്തിന് സമൂഹം നൽകിയ അംഗീകാരവും മുതലെടുക്കാൻ വേണ്ടിയിട്ട് മടവൂരിസത്തിന്റെ വാഗ്ദാക്കൾ പരിശ്രമിച്ചുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ അവരും വാദിച്ചത് ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ കൃത്യമായ അജണ്ട സ്വീകരിക്കുന്നവരാണ് എന്നാണ്. പക്ഷേ ആ മടവൂരിസം ഒരു ഇസമായി ഈ കൊച്ചു കേരളത്തിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാം, സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെടുന്ന ഒരു പോയിന്റ് മടവൂരിസത്തിൽ കാണുക സാധ്യമേയല്ല. ലോകത്തെ മുസ്ലിങ്ങൾ ഏകകണ്ഠമായി പിഴച്ചവർ എന്ന് മുദ്രകുത്തിയ, ദലാലത്തിന്റെ ആളുകൾ എന്ന് മുദ്രകുത്തിയ മുഅ്തസിലിയാക്കളുടെ വാദം ഏറ്റുപാടുന്ന ഒരു വിഭാഗമായി അധപ്പതനത്തിന്റെ അടിത്തട്ടും അതിന്റെ അപ്പുറവും എത്തിപ്പെട്ട ഒരു വിഭാഗമായി മടവൂരിസം മാറി. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഒരു കാലഘട്ടത്തിൽ കേരളക്കരയിലേക്ക് കടന്നു വന്നുകൊണ്ട് മുജാഹിദുകളെ തല്ലുവാനും പ്രഹരിക്കുവാനുമുള്ള ഒരു വടി എന്ന നിലക്ക് ഒരു ജിന്ന് വിഷയം എടുത്തിട്ട് മുജാഹിദ് പ്രസ്ഥാനം ശക്തമായ സാൽവേഷന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ തിരക്കിനിടയിൽ ആ കാലയളവിൽ കടന്നു വന്നുകൊണ്ട് ഒരു ജിന്നിനെ അവതരിപ്പിച്ച് സമൂഹത്തിന്റെ മുന്നിൽ പുതിയൊരു മാനം നേടിയെടുക്കാം എന്ന് വിചാരിച്ച് കുറച്ചു കാലം നടന്നു. സാൽവേഷന്റെ തിരക്ക് കഴിഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്ന് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ശക്തമായ പ്രവർത്തനങ്ങളുമായി ഇറങ്ങിത്തിരിച്ച് ഈ ജിന്നുമായി പിശാചിനെ കൂട്ടുപിടിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തെ തകർക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ആളുകൾക്ക് നേരെ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി ഒന്ന് തിരിഞ്ഞു നിന്ന് നന്നായി ഒന്ന് ശ്വാസം വിട്ടതേയുള്ളൂ. അതോടുകൂടി ജിന്ന് അവസാനിച്ചു. പിന്നെ പ്രഹരല്ല, ബഹളല്ല.
എല്ലാവരും കൊട്ടിപ്പാടി നടന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അസ്തമയം ഇതാ ജിന്നിലൂടെ സാധ്യമാകും എന്ന് അവരൊക്കെ വിചാരിച്ചത്. പക്ഷേ ഈ സമയം തെളിയിച്ചു, ഈ ഇസ്ലാഹി കേരളത്തിന്റെ ചരിത്രം തെളിയിച്ചു. ഏത് ജിന്നിനെ കൂട്ടുപിടിച്ചാലും, ഏത് ശൈത്താനെ കൂട്ടുപിടിച്ചാലും, എത്ര കടുപ്പമുള്ള സിഹ്ർ ചെയ്താലും ഈ അജയ്യ ശക്തിയെ തോൽപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഇസ്ലാഹി ചരിത്രത്തിന്റെ ഈ സമകാലിക ചരിത്രം വിളിച്ചു പറയുന്നുവെങ്കിൽ സഹോദരങ്ങളെ, അതും അവിടെ നിൽക്കേണ്ട. അപ്പൊ അവസാനം ഒരു രക്ഷയും കിട്ടാഞ്ഞിട്ട് പല്ലിയുടെ വാലിൽ പിടിച്ചിരിക്കാന്ന് കേട്ടത്. പല്ലിയുടെ വാലിലാണ് ഇപ്പൊ ഉള്ളത്. പല്ലിയുടെ വാലുമെ പിടിച്ചാല് സഹോദര പല്ലി വാലും അറുത്തിട്ട് പോകുന്നല്ലാതെ ആ വാഴ്ത്തുമ്പം നിങ്ങൾ രക്ഷക്കെത്തുകയില്ല എന്നാണ് സന്ദർഭോചിതം ഓർമ്മിപ്പിക്കാറുള്ളത്. അപ്പോ ഇവരും പറഞ്ഞത് മുഅ്തസിലിയാക്കളുടെ വാദം സമൂഹത്തിൽ അവതരിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ മടവൂരികൾക്കും പറയാനുണ്ടായിരുന്നത് ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ തന്നെ എന്നാണ്. ഇതൊരു ഭാഗത്ത്. ഇതൊന്നും കാര്യപ്രസക്തല്ല. ഈ രണ്ടും കാര്യപ്രസക്തല്ല. മൂന്നാമതൊരു വിഭാഗം, ആ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ സുന്നത്ത് ജമാഅത്തിന്റെ മൊത്തം കുത്തകാവകാശം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ കുത്തകാവകാശം ഏറ്റെടുത്ത മൂന്നാമതൊരു വിഭാഗം, ആ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അവർക്ക് പറയാനുള്ളത് എന്താണ്? മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ അവർക്ക് ഉന്നയിക്കാനുള്ളതാണ് എന്താണ്? അതുപോലെ തന്നെ ഈ സമൂഹത്തോട് അവർക്ക് പ്രബോധനം ചെയ്യാനുള്ളത് എന്താണ്? മുജാഹിദുകൾ എവിടെ പ്രസംഗിച്ചാലും, മുജാഹിദുകൾ എവിടെ വാദ് പറഞ്ഞാലും, വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുജാഹിദുകൾ എവിടെ സംസാരിച്ചാലും അവിടെയൊക്കെ മറുപടി പറയും. എന്താ മറുപടി? മുജാഹിദുകൾ പറഞ്ഞത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നു അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാം എന്ന്. ഇത് പറയാൻ വേണ്ടിയിട്ട് കേരളത്തിലൊരു സംഘടന, പേര് സുന്നത്ത് ജമാഅത്ത്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? മുജാഹിദുകൾ പറയുന്നു അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം, എന്നാൽ ഞങ്ങൾ പറയുന്നു അള്ളാഹില്ലാത്തവരോടും പ്രാർത്ഥിക്കണം. അള്ളാഹില്ലാത്തവരോട് പ്രാർത്ഥിച്ചേ പറ്റൂ, എങ്കിലേ അത് ശരിയാകൂ. ഇനി ആ വാദം സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തും പറയും. ആ ഒരു കോലത്തിലാണ് മൂന്നാമതുള്ള സുന്നത്ത് ജമാഅത്ത്. സഹോദരങ്ങളെ, നാം ഒന്ന് മനസ്സിലാക്കണം, നന്നായി ഒന്ന് ചിന്തിക്കണം. ആദ്യം പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾ ഈ പ്രദേശത്ത് കുറവായതിനാൽ അതിനെക്കുറിച്ച് വിശദീകരിക്കൽ ഇവിടെ അർത്ഥമില്ലാത്ത ഒരു കാര്യമായി മാറുമെന്നതിനാൽ മൂന്നാമത് പറഞ്ഞ വിഭാഗം, ആ വിഭാഗം മുന്നിൽ വെക്കുന്ന ആശയഗതികളെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന 9-ാം തീയതി വീണ്ടും ഇവിടെ അടുത്ത് തന്നെ അതിന്റെ ബാക്കി വിശദീകരണങ്ങൾ ഉണ്ടാവും. എന്താ പറഞ്ഞത്? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന പ്രഖ്യാപനവുമായി മുജാഹിദുകൾ രംഗത്ത് വന്നപ്പോൾ അത് മുജാഹിദുകൾ 1921 ശേഷം കണ്ടുപിടിച്ച ഒരു പ്രഖ്യാപനമായിരുന്നു? അല്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ ഈ സമൂഹത്തോട് ആവശ്യപ്പെട്ട അടിസ്ഥാനപരമായ ഒരു കാര്യം എന്തായിരുന്നു? അത് വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികളോടായി പ്രഖ്യാപിക്കാൻ പറയുന്നത് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയൂ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കൂ. വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി വിശ്വാസി സമൂഹത്തോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിൽ അടിസ്ഥാനപരമായ ഒരു പ്രഖ്യാപനമാണ്. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ. ഇത് പ്രഖ്യാപിക്കണമെന്ന് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലുള്ള മുസ്ലിം സമൂഹത്തോട് ആവശ്യപ്പെട്ടു. എന്താ അങ്ങനെ പറഞ്ഞത്? മുസ്ലിം സമൂഹത്തോട് ആവശ്യപ്പെട്ടു എന്ന് പറയാൻ കാര്യം എന്താ? കേരളക്കരയിലുള്ള മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്ന അവസ്ഥാവിശേഷത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ജന്മം കൊണ്ടത്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ജീവിതത്തിലെ പ്രയാസങ്ങളിൽ, ദുരിതങ്ങളിൽ, കഷ്ടതകളിൽ, കഷ്ടപ്പാടുകളിൽ, കടങ്ങളിൽ, അതിൽ നിന്നെല്ലാം മുക്തി നേടുവാൻ വേണ്ടി അല്ലാഹുവല്ലാത്ത 1000 സൃഷ്ടികളോട്, 1000 വലിയുകളോട്, 1000 നബിമാരോട്, അതുപോലെ തന്നെ കെട്ടിപ്പൊക്കിയ ജാറത്തോട്, മരത്തോട്, കല്ലിനോട് ദുആ ചെയ്യുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിന്റെ മുന്നിലാണ് മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നുകൊണ്ട് പറഞ്ഞത്, ഏ ജനങ്ങളെ, നാം പ്രഖ്യാപിച്ച ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമാണ്. ആ ആദർശത്തിന്റെ അടിസ്ഥാനപരമായ താല്പര്യം, എന്റെ പ്രാർത്ഥനകൾ, എന്റെ നേർച്ചകൾ, അപ്രകാരം തന്നെ എന്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തേട്ടങ്ങൾ,
അപ്രകാരം എന്റെ ജീവിതത്തിൽ ഞാൻ പരിപൂർണമായി ഉൾക്കൊള്ളേണ്ട തവക്കുൽ, അപ്രകാരം എന്റെ സത്യം, ഇതെല്ലാം അല്ലാഹുവിനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും പാടുള്ളതെല്ലാം അല്ലാഹുവിനെ മാത്രം സമർപ്പിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുജാഹിദുകൾ രംഗത്ത് വന്നു. എന്നാൽ ഈ വാദം കേരളം കേട്ടപ്പോൾ, മുജാഹിദ് പ്രസ്ഥാനം ഇത് കേട്ടപ്പോൾ, നാട്ടിലുള്ള മുല്ലമാർ, മുസ്ലിയാക്കന്മാർ സമൂഹത്തോട് പറഞ്ഞു, കണ്ടില്ലേ, ഇതൊരു പുത്തൻ വാദമാണ്, ഇതൊരു നവീനവാദമാണ്. ഇത് നവീനവാദമാണ് എന്ന് മാത്രമല്ല, മുജാഹിദുകൾക്ക് മുമ്പ് ഇത് പറഞ്ഞത് ഇബ്ലീസാണ്. ഇബ്ലീസ് ലോകത്തോട് അല്ല പടച്ചതമ്പുരാനോട് പറഞ്ഞ വാചകമുണ്ടല്ലോ. എന്താണ് ആ വാചകം? പടച്ചതമ്പുരാനെ, സുജൂദ് നിനക്ക് മാത്രമേ ഞാൻ ചെയ്യൂ, ആദമിന് ഞാൻ സുജൂദ് ചെയ്യില്ല. ഇബ്ലീസ് ആദമിന് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചു. ആ ആദം പറഞ്ഞ വാചകം, നാഥാ നിനക്ക് മാത്രമേ ഞാൻ സുജൂദ് ചെയ്യൂ, ഒരിക്കലും ആദമിന് ഞാൻ സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞതുപോലെയാണ് മുജാഹിദുകൾ പറയുന്നത്. പ്രാർത്ഥന അല്ലാഹുവിന് മാത്രം, സൃഷ്ടികളോട്, വലിയുകളോട്, കല്ലുകളോട്, മരത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കില്ല എന്ന് പറയുന്ന വാദവും എന്ന് ഏച്ചു വെച്ച് കെട്ടാൻ അവർ ശ്രമിച്ചത്. സഹോദരങ്ങളെ, നാം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇബ്ലീസിന്റെ പേരിൽ എന്താണ് കളവ് പറഞ്ഞത്? മുജാഹിദുകള് ആ മുജാഹിദുകളുടെ വാദം തെറ്റാണ് എന്ന് വരുത്താൻ ഇബ്ലീസിന്റെ പേരിൽ പോലും കളവ് പറയുകയാണ്. ഒരിക്കലും ഇബ്ലീസ് പറഞ്ഞില്ല പടച്ചോനെ സുജൂദ് നിനക്ക് മാത്രമെന്ന്. നേരെ മറിച്ച് ഇബ്ലീസ് ചോദിച്ചത്, നാഥാ ഞാൻ തീ കൊണ്ട് സൃഷ്ടിച്ചവനാണ്, ആദമോ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുകയോ? വസ്തക്ബറ, അവൻ അഹങ്കരിച്ചു, അഹങ്കാരിയായി എന്നാ ഖുർആൻ പറഞ്ഞത്. അല്ലാതെ പടച്ചോനെ നിനക്ക് മാത്രം സുജൂദ് എന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടില്ല. പക്ഷേ നാട്ടിലെ മുല്ലമാരും മുസ്ലിയാക്കന്മാരും ആ സുജൂദ് അല്ലാഹുവിന് മാത്രം എന്ന് പ്രഖ്യാപിച്ച ആളാണ് ഇബ്ലീസ് എന്ന് പറഞ്ഞ് ഇബ്ലീസിന്റെ പേരിൽ പോലും കളവ് പറഞ്ഞ് ഇബ്ലീസിനെ പോലും തോപ്പിച്ച് ഇതാ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞു, അല്ല ഇവര് പറയുന്ന വാദം ശരിയല്ല. മുജാഹിദുകൾ പതറിയോ? ഇല്ല. എന്തുകൊണ്ട് പതറിയില്ല? മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള സംഘശക്തി കണ്ടിട്ടല്ല, അപ്രകാരം തന്നെ സംഖ്യയുടെ ശക്തി കണ്ടിട്ടുമല്ല. നേരെ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ആദർശം, ആ ആദർശം ഖുർആനിന്റെ ആദർശമാണെന്നത് കൊണ്ട് ആ വിശുദ്ധ ഖുർആനിന്റെ 100,000 ആയത്ത്, 100 കണക്കിന് ആയത്തുകൾ ഓതിക്കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തോട് മുജാഹിദുകൾ വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, വിശുദ്ധ ഖുർആൻ ഈ സമൂഹത്തോട് ആവശ്യപ്പെട്ടത് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനാണ്. വിശുദ്ധ ഖുർആനിലെ 100 കണക്കിന് ആയത്തുകൾ അതിന് തെളിവായി നമുക്ക് മുന്നിലുണ്ട്, അതിന് നമുക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന വഴികേടാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അഹ്കാഫിൽ ആ ആയത്തുകൾ നമുക്ക് കാണാം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനം ഏതാണ്? ആ പ്രഖ്യാപനം ഉദുഉ റബ്ബി, എന്നോട് മാത്രം പ്രാർത്ഥിക്കണം, ഉദുഉനി, എന്നോട് പ്രാർത്ഥിക്കൂ എന്ന, എന്നോട് ദുആ ചെയ്യൂ എന്ന പ്രഖ്യാപനം സൂറത്ത് ആഫിറിന്റെ 60-ാമത്തെ ആയത്തിൽ കാണാം. അപ്രകാരം തന്നെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയാത്തവരാണവർ എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് സൂറത്ത് അറാഫിൽ നമുക്ക് കാണാം. അപ്രകാരം നിങ്ങൾ അല്ലാഹുവിന് പുറമെ ഏത് ശക്തിയോട് പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ അവസ്ഥയിൽ ഒരു മാറ്റം വരുത്തുവാനും അവർക്ക് കഴിയില്ല, നിങ്ങളിൽ നിന്നൊരു ദുരിതം തട്ടി നീക്കാൻ അവർക്ക് കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിൽ പ്രഖ്യാപിച്ചത്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ 100 കണക്കിന് ആയത്തുകൾ ഓതിക്കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തിനെ സംസ്കരിച്ചെടുക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി മുന്നോട്ട് വന്നപ്പോൾ ആ അജയ്യമായ മുന്നേറ്റത്തിന്റെ മുന്നിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് മറുഭാഗത്തുള്ള യാഥാസ്ഥിക വിഭാഗം കടന്നു വന്നുകൊണ്ട് പറഞ്ഞതെന്താ, ചോദിച്ചതെന്താ, വാദപ്രതിവാദത്തിലുണ്ടോ എന്നാണ്. എന്താണ്? വാദപ്രതിവാദത്തിലുണ്ടോ? അതാണല്ലോ അവസാന കള്ളി. അവസാന കള്ളിയാണ് വാദപ്രതിവാദം. ഇന്നലെ തുടങ്ങിയല്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. ഇബ്രാഹിം നബി വരുമ്പോ ഒരാള് ഒരു കസേരമേ കുത്തിയിരുന്നിട്ട് പറയാണ്, പ്രഖ്യാപിക്കാണെന്ന്, ഞാനാ റബ്ബ്. ആരാണ് അയാള്? നമ്രൂദ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെന്നു. അപ്പോ നമ്രൂദ് പറഞ്ഞു, വാദപ്രതിവാദത്തിനുണ്ടോ ചോദിക്കാണ് ഇബ്രാഹിം നബിയോട്, വാദപ്രതിവാദത്തിനുണ്ടോ? ഇബ്രാഹിം നബി പറഞ്ഞു, ഉണ്ട്. എന്താ വാദം? റബ്ബി അല്ലദീ യുഹ്യീ വയുമീത്, എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനാ, മരിപ്പിക്കുന്നവനാ. നമ്രൂദ് പറഞ്ഞു, അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, അന ഉഹ്യീ വഉമീത്, ഞാനും ജീവിപ്പിക്കും മരിപ്പിക്കും. രണ്ടുപേരെയും കൊണ്ടുവന്നു, ഒരുത്തന്റെ തലങ്ങ് വെട്ടി, അവൻ മരിച്ചു. വേർത്തിനോട് പോയി ജീവിച്ചോളൂ. കണ്ടോ, ഒരാൾ ജീവിക്കാട്, ഒരാൾ മരിച്ചിരിക്കുന്നു.
കൊള്ളാം, വലിയ വാദായിപ്പോയി, വലിയ കാര്യമായിപ്പോയി. പക്ഷെ ആ സമയത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എങ്കിൽ നമ്രൂദ്, എന്റെ റബ്ബ് യഅതി ബിശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, നീ പറയുന്നത് നീ റബ്ബാണെന്നാണല്ലോ, എങ്കിൽ എന്റെ റബ്ബ് യഅതി ബിശംസി മിനൽ മശ്രിഖ്, സൂര്യനെ അവൻ കിഴക്കു നിന്നാണ് കൊണ്ടുവരുന്നത്, അതുകൊണ്ട് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരാൻ നിനക്കാകുമോ നമ്രൂദ്? ഫബുഹിതല്ലദീ കഫർ, ഇല്ല. ആ ചോദ്യത്തിന് മുന്നിൽ ആ അവിശ്വാസിയുടെ വായടഞ്ഞു എന്ന് ഖുർആൻ പറഞ്ഞു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. നാട്ടിൽ ആരുള്ളത്? ഫിറഔൻ ചങ്ങാതിയുണ്ട്. ആ ഫിറഔന്റെ അടുക്കലേക്ക് പോകാൻ അല്ലാഹുവിന്റെ കൽപ്പന, പോയിക്കൊള്ളൂ, ഇദ്ഹബ് ഇലാ ഫിറഔൻ ഇന്നഹു തഗാ, അതിര് വിട്ടുപോയി ഫിറഔൻ, അതുകൊണ്ട് മൂസാ നീ പോകൂ ഫിറഔന്റെ അടുക്കലേക്ക് എന്ന അല്ലാഹുവിന്റെ കൽപ്പന വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഫിറഔനിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. എന്തിനാ? സംസാരിക്കാൻ, വാദപ്രതിവാദം നടത്താൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെന്നപ്പോ ഫിറഔൻ ചോദിക്കുന്നു, എന്താ ഫിറഔന്റെ ചോദ്യം? എന്താ നിങ്ങൾ വന്നത്? മൂസാ നബി പറഞ്ഞു, ഞങ്ങളുടെ റബ്ബിനെ കുറിച്ച് പറയാനാണ്, ഞങ്ങളുടെ റബ്ബിനെ കുറിച്ച് വിശദീകരിക്കാനാ ഞങ്ങൾ വന്നത്. ആ സമയത്ത് ഫിറഔൻ ചോദിക്കുകയാണ്, മൂസാ നബിയോട് ചോദിക്കുകയാണ്, മൂസാ നബിയോടൊപ്പമുള്ള തന്റെ സഹോദരനോടും ചോദിക്കുകയാണ്, ഫമൻ റബ്ബുക്കുമാ യാ മൂസാ, അല്ലാഹുവിനെ കുറിച്ച്, റബ്ബിനെ കുറിച്ച് പറയാനാണല്ലോ നീ വന്നിട്ടുള്ളത്, ആരാണ് നിങ്ങളുടെ റബ്ബ്? ആരാ നിങ്ങളുടെ റബ്ബ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞു കൊടുത്തു, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഫിറഔനെ, ഈ ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും മാത്രമല്ല ലോകത്തുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും അവക്കുള്ള സൃഷ്ടിപ്പ് നൽകുന്നതോടൊപ്പം തന്നെ അവക്കുള്ള ജീവിതമാർഗം എന്താണ്, ജീവിതത്തിൽ അവർ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം അവക്കുള്ള മാർഗനിർദ്ദേശം നൽകുന്നതോടൊപ്പം അവക്കുള്ള സർവമാന ജീവിതോപാധികളും ഏർപ്പെടുത്തുന്നതോടൊപ്പം അവയുടെ സർവമാന സംരക്ഷണം ഏറ്റെടുത്തവൻ അവനാണ് ഞങ്ങളുടെ റബ്ബ്, അവനാണ് ഞങ്ങളുടെ റബ്ബ്. ഫിറഔനോട് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന സമയം ഇതാ ഫിറഔൻ ചോദ്യം അവസാനിപ്പിക്കുന്നില്ല. ഇതാ അടുത്ത ചോദ്യം ഫിറഔൻ ചോദിക്കുകയാണ്, മൂസാ നീ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിൽ ഫമാ ബാലുൽ ഖുറൂനിൽ ഉലാ, ഒരുപാട് ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, നമ്മുടെ കാക്കകാരനവന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താണ്? പിന്നെ പ്രകോപനം ഉണ്ടാക്കാനാണ് നോക്കുന്നത് ഫിറഔൻ. പ്രകോപനം ഉണ്ടാക്കണല്ലോ, നമ്മുടെ ഉപ്പുപ്പ നരകത്തിലാ, ഞങ്ങളുടെ ഇക്കാക്ക നരകത്തിലാ, ഞങ്ങളുടെ കാക്കാരന്മാർ നരകത്തിലാ, അപ്പോഴല്ലേ ഗ്രൗണ്ട് സപ്പോർട്ട് ഇട്ടുള്ളൂ. എന്തായി പറഞ്ഞത്? എന്റെ ഉപ്പുപ്പ നരകത്തിലാന്ന് പറഞ്ഞാൽ ആളുകൾ സമ്മതിക്കൂലല്ലോ, അതുകൊണ്ട് ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാക്കാൻ ഫിറഔൻ എന്ന് ചോദിച്ച ചോദ്യമാണ് ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, എത്രയോ ആളുകൾ ഇവിടുന്ന് മരിച്ചുപോയടോ, അവർക്കൊന്നും ഇതറിയില്ലായിരുന്നല്ലോ, അവരുടെ അവസ്ഥ എന്താണ് എന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഫിറഔൻ ചോദിക്കുമ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ മറുപടി മറ്റൊന്നുമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്താണ് ഖുർആൻ പറഞ്ഞത്? ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യളില്ലു റബ്ബി വലാ യൻസാ. എന്റെ റബ്ബെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ ഉപ്പുപ്പ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്റെ ബാപ്പ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നിനക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകൾ, ആ തലമുറകളിൽപ്പെട്ട ഓരോ വ്യക്തികളും ചെയ്ത കാര്യങ്ങൾ കൃത്യമായി എന്റെ റബ്ബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാ യളില്ലു റബ്ബി വലാ യൻസാ, എന്റെ റബ്ബിനൊരിക്കലും പിഴച്ചു പോവുകയില്ല, ഒരിക്കലും അവന് മറവി സംഭവിക്കുകയും ഇല്ല. അതുകൊണ്ട് അവരെ കുറിച്ച് ഓർത്ത് നീ ബേജാറാകാൻ നിൽക്കണ്ട, നീ നിന്നെ കുറിച്ച് ഓർത്താ മതി, നിന്നോടാ ഞാൻ സംസാരിക്കുന്നത്. ഇതാണ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ മറുപടി. അപ്പോൾ വാദപ്രതിവാദം ആ കാലഘട്ടം മുതൽ തന്നെ നടന്നിട്ടുണ്ട്. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ പഠിപ്പിച്ച അതേ ആദർശവുമായി കടന്നു വന്നപ്പോ കേരളത്തിലും വെല്ലുവിളി വന്നു. വാദപ്രതിവാദത്തിനുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം വാദപ്രതിവാദം നടത്തി, വാദപ്രതിവാദം നടത്താൻ തയ്യാറായി എന്ന് മാത്രമല്ല,
ധൈര്യസമേതം മുജാഹിദുകൾ ചോദിച്ചു, അല്ല, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ കഴിവുകൾ ഈ ലോകത്തുള്ള ഓരോ പുൽക്കൊടിയും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. ചെറുതും വലുതുമായ, സചേതനവും അചേതനവുമായ സർവമാന വസ്തുക്കളും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അജയ്യമായ ഖുദ്റത്തിനെ കുറിച്ച് വിളിച്ചോതുന്നുണ്ട്. അതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞും ജീവിക്കുന്നവരാണ് നാം. എന്നാൽ അല്ലാഹുവിന് പുറമെ ശൈഖന്മാരോട്, തങ്ങന്മാരോട്, ബീവിമാരോട്, ജാറങ്ങളോട്, ദർഗകളോട്, മഖാമുകളോട്, മരങ്ങളോട്, കല്ലുകളോട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുമെന്ന്, കേട്ടുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഉത്തരം നൽകുമെന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന വെല്ലുവിളി, നിങ്ങൾ വിളിക്കുന്ന ശൈഖിന് കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്റ്റേജ് അങ്ങ് നിലം പതിക്കട്ടെ. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് നിലം പതിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ശൈഖന്മാരെയും വിളിച്ചിട്ട്, എല്ലാ ബീവിമാരെയും വിളിച്ചിട്ട് ഈ സ്റ്റേജ് അങ്ങ് നിലം പതിക്കട്ടെ എന്ന് ഒരു വാദപ്രതിവാദം നടക്കുന്ന മുജാഹിദ് സ്റ്റേജിൽ നിന്ന് വെല്ലുവിളി വന്നപ്പോൾ അതിന് മറികടക്കാൻ വേണ്ടിയിട്ട് മറുഭാഗത്തെ പണ്ഡിതന്മാർ മുജാഹിദുകൾക്ക് നേരെയും ഒരു വെല്ലുവിളി ഉയർത്തി. എന്തായിരുന്നു ആ വെല്ലുവിളി? ഒരുപക്ഷേ ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വന്നുകൊള്ളണമെന്നില്ല. അതുകൊണ്ടത് പറയാൻ യോഗ്യനായ ഒരു സഖാഫി തന്നെ പറയട്ടെ. എന്തായിരുന്നു തിരിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ വന്ന വെല്ലുവിളി? കേട്ടോളൂ ആ വാചകം. സുന്നത്തിയമാത്തിന്റെ പക്ഷോ മുഹീദ്ദീൻ ശൈഖ് സഹായിക്കും എന്ന് തെളിയിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ തെളിവെല്ലാം മുജാഹിദ് പക്ഷത്തിന് തെളിവ് നിരത്താൻ കഴിയാതെ വന്നപ്പോ മുജാഹിദ് മൗലവി അവിടെ നിന്നുകൊണ്ട് ഇപ്പൊ പറഞ്ഞ മാതിരി പൊട്ടൻ വെല്ലുവിളി നടത്തി. അവര് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഓ ഹസൻ മുസ്ലിയാരെ, മുഹീദ്ദീൻ ശൈഖിന് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. അപ്പൊ ജനം വിചാരിക്കും മുഹീദ്ദീൻ ശൈഖിന് കഴിവില്ല. അതിന് മറുപടി ഹസൻ മുസ്ലിയാർ അപ്പുറത്ത് നിന്നുകൊണ്ട്, ഓ മൗലവി, അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൗലവി പറയും അല്ലാഹു തആലയ്ക്ക് കഴിവില്ല എന്ന്. അല്ലാഹുവിന് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. മആദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് വർത്തമാനമാണ് ആ പറഞ്ഞത്? എന്ത് വർത്തമാനമാണ് ആ പറഞ്ഞത്? അല്ലാഹുവിന് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ എന്ന് വെല്ലുവിളിച്ചു ഹുങ്കോടെ, അഹങ്കാരത്തോടെ പ്രസംഗിക്കുക. സഹോദരങ്ങളെ, ഒരു സ്റ്റേജും പൊളിക്കണ്ട. ഈ ആകാശഭൂമികളുടെ സൃഷ്ടി, ആ സൃഷ്ടിപ്പ് തന്നെ അല്ലാഹുവിന്റെ അജയ്യമായ ഖുദ്റത്തിനെ വിളിച്ചോതുന്നു. എന്നാൽ അല്ലാഹുവിന് പുറമെ ആരാധന അവകാശപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ വെല്ലുവിളിയാണത്. എന്ത്? ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. ബഹുദൈവാരാധകരെയും വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി വെല്ലുവിളിച്ചൊരു വെല്ലുവിളി. ഹാദാ ഖൽഖുല്ലാഹ്, ഇക്കാണുന്ന ദൃശ്യപ്രപഞ്ചം, ആ സർവമാന ജീവജാലങ്ങൾ, ഇതെല്ലാം സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവർ, നിങ്ങൾ ആരാധിക്കുന്നവർ, നിങ്ങൾ പ്രാർത്ഥിക്കപ്പെടുന്നവർ, അവരെന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരൂ, ഞാനൊന്ന് കാണട്ടെ. അല്ലാഹു പറയാണ്, അവരുടെ കഴിവ് അവർ തെളിയിക്കണം എന്ന് പറഞ്ഞു. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ദൈവമുണ്ട് എങ്കിൽ വരൂ. അവരെന്താ സൃഷ്ടിച്ചത്? ഒരു ഇല സൃഷ്ടിച്ചിട്ടുണ്ടോ? ഒരു ഇലയുടെ നാമ്പ് സൃഷ്ടിച്ചിട്ടുണ്ടോ? ഒരു സസ്യത്തെ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഈച്ചയെ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല. ലയഖ്ലുഖൂ ദുബാബൻ, ഒരു ഈച്ചയെ ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ട് ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചു കൊടുക്കാത്തവയോട് പ്രാർത്ഥിക്കുന്നവർ, അവരുടെ പ്രാർത്ഥന സത്യസന്ധമാണെങ്കിൽ, അവരുടെ ആരാധന സത്യസന്ധമായിട്ടാണ് ദൈവേതര ശക്തികൾക്ക് അവർ ആ ആരാധനകൾ സമർപ്പിക്കുന്നതെങ്കിൽ ദൈവേതര ശക്തികളുടെ കഴിവ് തെളിയിച്ചു തരൂ. ഖുർആന്റെ വെല്ലുവിളിയാണ്. ഖുർആന്റെ വെല്ലുവിളി സ്വീകരിച്ചിട്ട് മുജാഹിദുകൾ വെല്ലുവിളിച്ചാൽ നമ്മുടെ നാട്ടിലെ മൗലവിമാർ അല്ലാഹുവിനെ വെല്ലുവിളിക്കും, അല്ലാഹുവിനെ വെല്ലുവിളിക്കും. പക്ഷേ ആ അല്ലാഹുവിനെ വെല്ലുവിളിക്കാൻ നമ്രൂദിന് ധൈര്യം വന്നിട്ടില്ല. അല്ലാഹുവിനെ വെല്ലുവിളിക്കാൻ ഫിർഔനിന് ധൈര്യം വന്നിട്ടില്ല. അല്ലാഹുവിനെ വെല്ലുവിളിക്കാൻ അബൂജഹലിന് ധൈര്യം വന്നിട്ടില്ല. പക്ഷേ ഈ അബൂജഹൽ വരാത്ത ധൈര്യം, ഫിർഔനിന് വരാത്ത ധൈര്യം, നമ്രൂദിന് വരാത്ത ധൈര്യം
നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർക്കുണ്ട്. അതാ അവർ ചോദിച്ചത്, അള്ളാഹ് കഴിവുണ്ടെങ്കിൽ സ്റ്റേജ് പൊളിക്കട്ടെ. പൊളിഞ്ഞില്ല കേട്ടോ. അപ്പോ അള്ളാഹ് കഴിവില്ല. എന്തിനാ ഈ വാശി? എന്തിനാണ് ഈ വാശി? ഇത്ര കടുംപിടുത്തം എന്താ? അങ്ങനെ ഒരു വാദം സമർത്ഥിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും നേടാണ്ടോ അവർക്ക്? അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന വാദം ഇവിടെ സമർത്ഥിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാകാനുണ്ടോ? ഇല്ല. നിങ്ങൾ ചോദിക്കണം, അല്ല ഇത്ര വാശിക്ക് ഈ വാദപ്രതിവാദവും ഖണ്ഡന പ്രസംഗങ്ങളും തക്ബീറും ഘോരഘോര പ്രസംഗങ്ങളും അതുപോലെ തന്നെ ഘോഷയാത്രകളും മുഖാമുഖങ്ങളും സംഘബലവും ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. എന്തിനാണ്? അല്ലാഹുവിനെ പ്രാർത്ഥിക്കാം എന്ന് പറയാനാണല്ലോ, തെളിയിക്കാനാണല്ലോ. എന്താ അതിന്റെ ഹുക്കുമ്? എന്താണ് അല്ലാഹ് എല്ലാത്തിനും പ്രാർത്ഥിക്കുന്ന ഹുക്കുമ്? ഇപ്പൊ മുഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിച്ചു, അതിന്റെ ഹുക്കുമ് ചോദിച്ചു നോക്കൂ. മുസ്ലിയാക്കന്മാര് മറുപടി പറഞ്ഞുതരും. എന്താ ഹുക്കുമ്? മുസ്ലിയാർ പറയട്ടെ. ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്കുമ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെ കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമാണെന്ന് പറഞ്ഞത്. അനുവദിക്കപ്പെട്ടതാണ്. എന്താ ഈ അനുവദനീയം? അനുവദനീയം എന്ന വാക്കിന് അറബിയും പറഞ്ഞല്ലോ, ജായിസ് ആണ്. ജായിസ് എന്ന് പറഞ്ഞാൽ എന്താ സഹോദര? ജായിസ് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് പഞ്ചഹുക്കുമുകൾ, 5 ഹുക്കുമുകൾ. ആ പഞ്ചഹുക്കുമുകളിൽ ഒരു ഹുക്കുമാണ് ജായിസ് എന്നത്. ജായിസ് എന്ന് പറഞ്ഞാൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്രതിഫലമില്ല. അതിനാ ജായിസ് എന്ന് പറയുന്നത്. എനിക്ക് ചായ കുടിക്കാം, ചായ കുടിച്ചുകൊണ്ട് എനിക്ക് വല്ല പുണ്യം കിട്ടുമില്ല. ചായ കുടിക്കാത്തോണ്ട് ശിക്ഷ കിട്ടുമില്ല. അതാ ജായിസ്. എന്റെ വസ്ത്രം ഇസ്തിരി ഇടാതിരിക്കാം, ഇസ്തിരി ഇട്ടത് കൊണ്ട് കൂലി കിട്ടോ? അവിടെ ചെന്നെടുക്കുന്നു ഇല്ല. ഇസ്തിരി ഇടാതിരുന്നത് കൊണ്ട് ശിക്ഷ കിട്ടുമില്ല. അതിനാ ജായിസ് എന്ന് പറയാം. ബിരിയാണി കഴിക്കാം, നല്ല ഊണും കഴിക്കാം. ബിരിയാണി കഴിച്ചുകൊണ്ട് കൂലിയില്ല, ബിരിയാണി കഴിക്കാതിരുന്നോണ്ട് ശിക്ഷയില്ല, ഊണ് കഴിച്ചുകൊണ്ട് കൂലി കുറയൂല. അതിനാ ജായിസ് എന്ന് പറയാ. അപ്പോ ഒരു നേട്ടമില്ലാത്തൊരു പണിയാണിത്. ഇതിനു വേണ്ടിയാ ഈ വാദപ്രതിവാദം, ഈ മുഖാമുഖം, ഈ ശക്തമായ പ്രകടനങ്ങൾ, ഘോരഘോഷയാത്രകൾ അല്ലേ? ഇനി അത് മാത്രാണോ? അത് മാത്രല്ല. അപ്പോ ചോദിച്ചൊരു മൊയ്ലാര, മറുപടി പറഞ്ഞതൊരു മൊയ്ലാരാണ്. അപ്പൊ തന്നെ ഈ ചോദിക്കപ്പെട്ട ആള് മൊയ്ലാരാണ്, അല്ല ഈ ചോദിച്ച ആള് മൊയ്ലാരാണെന്നത് കൊണ്ട് തന്നെ ഇത് കേവലം ജായിസ് എന്ന് പറഞ്ഞപ്പോ ഈ സംശയം അയാൾക്കുണ്ടായി. അപ്പോ ഉസ്താദ് ഇതിന് പുണ്യമില്ല എന്ന് പറയണേ. പുണ്യമില്ലാത്ത കാര്യത്തിലാണല്ലോ ജായിസ് എന്ന് പറയുന്നത്. എങ്കിൽ പുണ്യമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയാം അതേ പുണ്യമില്ല. കേട്ടോളൂ ആ വാചകം കൂടി. തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പൊ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പൊ വരുന്ന ഉസ്താദിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ പ്രതിഫലം ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്നതിൽ അനുവദിക്കപ്പെട്ടത് എന്നതിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാ പറഞ്ഞത്. അതെ, ഹലോ ഹലോ അവിടെ അപ്പോ പുണ്യം കിട്ടോ? പുണ്യം കിട്ടൂല. പുണ്യം കിട്ടോ? പുണ്യം കിട്ടൂല. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് എന്ത് അൽഫം ബി ഖൽവതിഹി അസ്മം ബി ഹിമ്മതിഹി ശർമൻ ലി അഫ്വതിഹി അജബതുഹു മുസ്രിഅൻ മിൻ അജലി ദഅവതിഹി ഫൽയദഉ യാ അബ്ദൽ ഖാദിർ മുഹിയദ്ദീൻ. 1000 വട്ടം വിളിക്കാനാ പറഞ്ഞത്. എന്റെ പേര് 1000 വട്ടം ആരെങ്കിലും വിളിച്ചാൽ എങ്ങനെ വിളിക്കണം? ഒറ്റക്കിരുന്ന് വിളിക്കണം. റാത്തീബ് നടക്കുമ്പോൾ ഒറ്റക്കിരുന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. നാട്ടിലുള്ള എല്ലാ ആളുകളും ഉണ്ടല്ലോ. അതുകൊണ്ട് ഏതൊരു കാര്യത്തിനും മൊയ്ലാര് ഹുക്കുമ കണ്ടുപിടിക്കും. ഏതൊരു കാര്യത്തിനും മൊയ്ലാര് ഹുക്കുമ കണ്ടുപിടിക്കും. എന്താ വെച്ചാല് പണ്ട് ഒരു ഉമ്മുമ്മാന്റെ മാല കളവ് പോയ കഥ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. എന്താ? ഉമ്മന്റെ മാല കളഞ്ഞുപോയി. ഉമ്മ മാല അന്വേഷിക്കുന്നതിനിടയിൽ ഉമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊന്നുമല്ല, പഠിച്ചോനെ മൊയ്ലാർക്ക് കിട്ടല്ലേ, മൊയ്ലാർക്ക് കിട്ടല്ലേ, മൊയ്ലാർക്ക് കിട്ടല്ലേ, ഇങ്ങനെ ദുആ ചെയ്തിട്ടാണ് ഉമ്മ മാല അന്വേഷിക്കുന്നത്. അപ്പൊ ഒരാൾ ചോദിച്ചു, അല്ല ഉമ്മ
എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയണത്, മുയിലർക്ക് കിട്ടല്ലേ എന്ന് പറയണത്. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ ലോകത്ത് ആർക്ക് കിട്ടിയാലും ആ സാധനം തിരിച്ചു കിട്ടും, പക്ഷെ മുയിലർക്ക് കിട്ടിയാല് ഏതെങ്കിലും തരത്തിൽ മൂപ്പര് അടിച്ചോണ്ട് പോകുന്നതാണ്. ഇതേപോലെയാണ് എന്ത്, ഈ 1000 വട്ടം അല്ല 1000 വട്ടം എന്നെ ഒറ്റക്കിരുന്ന് വിളിക്കണം എന്ന് പറഞ്ഞല്ലോ. ഈ ഹൽവത്ത് ഈ ഒറ്റക്കിരുന്ന് വിളിക്കണം എന്ന് പറഞ്ഞാല് എല്ലാരും കൂടുമ്പോ എങ്ങനെ ഒറ്റക്കാവും? ലൈറ്റ് അങ്ങ് ഓഫാക്കിയാൽ മതി, അപ്പൊ ഇരുട്ടത്തായില്ലേ, എല്ലാരും ഒറ്റക്കായില്ലേ, അങ്ങനെ ഒറ്റക്കായി. അങ്ങനെ നല്ല നിശ്ചയദാർഢ്യത്തോട് വിളിച്ചാൽ, മന സാന്നിധ്യത്തോടു കൂടി 1000 വട്ടം എന്നെ ആരെങ്കിലും വിളിച്ചാൽ, അവൻ വിളിച്ച കാരണത്താൽ ഞാൻ ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് അവൻ വിളിക്കട്ടെ, യാ അബ്ദുൽ ഖാദിർ യാ മുഹയ്യിദ്ദീൻ, ഏ മുഹയ്യിദ്ദീനെ, ഏ അബ്ദുൽ ഖാദിറെ എന്ന് 1000 വട്ടം വിളിക്കട്ടെ. ഇതൊരാൾ കേട്ട് ഖുത്ബിയത്തിന്റെ സദസ്സിൽ നിന്ന് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് 1000 വട്ടം തൊണ്ടാമറി വിളിക്കുന്നു, യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അങ്ങനെ 1000 വട്ടം വിളിച്ചിട്ട് ചോദിക്കാ എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ ചില ഘോഷയാത്ര ഉണ്ട്, മുദ്രാവാക്യം വിളിക്കുക പോയാൽ 50 രൂപയെങ്കിലും കിട്ടും. ഘോഷയാത്ര കഴിയുമ്പോൾ മുദ്രാവാക്യം വിളിച്ച 50 രൂപ ആ വകയിലെങ്കിലും കിട്ടും. പക്ഷെ ഇവിടെ മുദ്രാവാക്യം വിളിച്ച വകയിൽ മുയിലേർ കമ്പ് കിട്ടുമെന്നല്ലാതെ വിളിക്കാൻ പോയി ആരെങ്കിലും കൊടുക്കോ? ഇല്ലല്ലോ. ഇങ്ങനെ ഒരു കാര്യമില്ലാത്ത, ഒരു പുണ്യമില്ലാത്ത പണിയാണെന്ന് ഈ പറഞ്ഞത്. ഇസ്തിഗാസ എന്നത് ഒരു പുണ്യമില്ല, അത് അനുവദിക്കപ്പെട്ട ബിരിയാണി കഴിക്കണ പോലെ ഉസ്തിരിണ പോലെ ഒരു കാര്യം എന്നാ ഉപ്പര് പറഞ്ഞത്. അപ്പൊ പിന്നെ ഒരു സംശയം, എന്ത്, എങ്കിൽ പിന്നെ ഈ പണിക്ക് നിക്കണോ, എന്നെ ഈ പണിക്ക് നിക്കണോ എന്നൊരു സംശയം ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. അങ്ങനെ സംശയം ഉണ്ടായി. അതും ആ സഹോദരൻ ആ മുയിലേരെ തന്നെ ചോദിച്ചു. ആ ചോദ്യത്തിൽ ഉത്തരവ് നിങ്ങൾ കണ്ടോളൂ. അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത്, ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. കണ്ടോ? അപ്പോ എന്താ, ബെൻസ് കാറിൽ ഒരാൾ പോണ് അനുവദിക്കപ്പെട്ടാണ്. KSRTC ബസ്സിലും ഒരാൾക്ക് വേണമെങ്കിൽ പോകാം, അതും അനുവദിക്കപ്പെട്ട കാര്യമാണ്, അതും അനുവദിക്കപ്പെട്ട കാര്യമാണ്. അപ്പോ ബെൻസിൽ പോയാൽ കൂടുതൽ ഗുണം കിട്ടും, വേഗത്തിലെത്താ. KSRTC പോയാലോ പതുക്കെ എത്താന്ന മൂപ്പരൊരു ഉദാഹരണം പറയണത്. എങ്കിൽ സഹോദരങ്ങളെ, ഏതാണ് ബെൻസ്, ഏതാണ് KSRTC? ഏതാണ് ബെൻസ്, ഏതാണ് KSRTC? ഒരാൾ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യാണ്, ഓ KSRTC കയറി പതുക്കെ വന്നാൽ മതി കേട്ടോ. എങ്കിലോ ഒരാള് അള്ളയല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിലോ ബെൻസിലാ പോണത്, വളരെ വേഗത്തിലെത്തും. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക എന്നത് KSRTC ബസ്സിൽ കയറിയതുപോലെയാണോ? ഒരിക്കലും അല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ബെൻസുമല്ല, ബെൻസിനപ്പുറത്താണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഏ ജനങ്ങളെ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് നാമാണ് എന്ന് മാത്രമല്ല, നേരത്തെ ഓതി വെച്ചൊരായിട്ടുണ്ടല്ലോ, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളെ ഗൗനിക്കുകയേ ഇല്ല, പരിഗണിക്കുകയേ ഇല്ല. നിങ്ങളെ ഗൗനിക്കണമെങ്കിൽ, നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമേ അതുണ്ടാവൂ. അതുകൊണ്ട് ഉദുഊനി, എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചോ, അസ്തജിബ് ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരും. അല്ലാഹ് പറയാണ്, ഏറ്റവും മുന്തിയ പ്രാർത്ഥന, ഏറ്റവും ഉയർന്ന പ്രാർത്ഥന അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അത് ബെൻസല്ല, അതിനും അപ്പുറമാണ്. എന്നാലോ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞതോ, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. ഖറമിനസ് സമാഇ, അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണെന്നാ ഖുർആൻ പറയുന്നത്. അത് കാറ്റങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടുപോയി എന്ന് വരും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും.
ഇവിടുന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടാൻ തുടങ്ങും. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ തുടങ്ങും. അതല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷി വന്നവനെ റാഞ്ചി കൊണ്ടുപോയി എന്ന് വരും. ഇതുപോലെയാണ് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവന്റെ അവസ്ഥ. ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ അവർക്ക് കഴിയില്ല കേട്ടോ. അത് KSRTC ബസ്സിൽ കയറിയതിലും അതപ്പതിച്ചതാണ്. മറ്റേ സമയം വൈകിട്ട് എങ്ങനെ വൈകിട്ട് ടയർ പൊട്ടിയാലും പതുക്കെ എത്തിക്കോളും. പക്ഷെ ഇതൊട്ടും എത്തൂല കേട്ടോ എന്നാണ്. അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ എത്തൂല എന്നവർ. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. ഈ സിദ്ധാന്തം മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി കേരള സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ വളരെ നിസ്സാരമായ തട്ടാമുട്ടികൾ പറഞ്ഞ് ഈ വാദത്തെ എതിർക്കാൻ ശ്രമിക്കാൻ, എന്നിട്ട് എതിർക്കുന്നവർക്ക് അള്ളയല്ലാത്തവർ പ്രാർത്ഥിക്കണമെന്ന് വാദിക്കുന്നവർക്ക് അത് നിർബന്ധമെന്ന വാദമില്ല, സുന്നത്താണെന്ന വാദമില്ല. നേരെ മറിച്ച് കേവല അനുവദനീയാണ് എന്നാണ്. കേവല അനുവദനീയാണ്. ഊണഴിക്കണ പോലെ, വെള്ളം കുടിക്കണ പോലെ കേവലം ഒരു ചെറിയ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ മുജാഹിദുകൾ പറയുന്നു അത്ര ലാഘവത്തോടെ കേവലം ഒരു അനുവദനീയമെന്ന നിലയിൽ പോലും സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. നേരെ മറിച്ച് അത് അങ്ങേറ്റം ഗുരുതരമാണ്. അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്, ശിർക്കാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ലോകത്തൊരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന അക്രമങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അക്രമം അതാണ്. ചെറിയ അക്രമമൊന്നല്ല, ഏറ്റവും വലിയ അക്രമം. ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന തോന്നിയാസത്തിൽ ഏറ്റവും വലിയ തോന്നിയാസമാണ് ശിർക്ക് ചെയ്യുക എന്നുള്ളത്. അള്ളയില്ലാത്തവർ പ്രാർത്ഥിക്കുക എന്നുള്ളത്, അള്ളയില്ലാത്തവർക്ക് നേർച്ച വഴിപാട് അർപ്പിക്കുക എന്നുള്ളത്. മാത്രമല്ല, അങ്ങനെ ചെയ്താലോ തീർച്ചയായും പിന്നെ മനുഷ്യൻ എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ പാഴായി പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടകാരികളിൽ പെട്ടുപോകുന്നതുമാണ്. പരാജയപ്പെട്ടു പോകും. ജീവിതത്തിൽ പരലോകത്തിൽ പരാജയപ്പെട്ടു പോകും. സൃഷ്ടാവിന് നൽകേണ്ടത് അള്ളാഹുവിന് മാത്രം നൽകേണ്ടത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്ന ആ കൊടും പാതകം നിമിത്തം നിങ്ങളുടെ മുഴുവൻ നന്മകളും നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, പരാജിതരായി നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്നാണ് ഖുർആൻ നമുക്ക് മുന്നിൽ പറഞ്ഞു പഠിപ്പിച്ചു തന്നത്. ഇത് കൃത്യമായി മുജാഹിദുകൾ പറഞ്ഞപ്പോ ജനം ഇത് മനസ്സിലാക്കാൻ തുടങ്ങി. ആളുകൾ ഇത് കൃത്യമായി മനസ്സിലാക്കാൻ തുടങ്ങി. വരും മനുഷ്യർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ഒന്നാണ് അഖ്ല്, ചിന്താശേഷി, ബുദ്ധി. ആ നാട്ടിലെ പോത്തിനും കന്നാലികൾക്കൊന്നും കൊടുത്തിട്ടില്ല. മനുഷ്യന് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയതാണ് വിശേഷ ബുദ്ധി. അതുകൊണ്ട് തന്നെ അത് പ്രവർത്തിക്കും. കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിന് മനസ്സിലാകും. സത്യാസത്യം അതിങ്ങനെ വേർതിരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇത് ആളുകൾ കേട്ടപ്പോ റബ്ബേ ഇതാണല്ലോ ശരി, ഇതാണല്ലോ കൃത്യമായ ആദർശം എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. ആളുകൾ അതിലേക്ക് ആകൃഷ്ടരാകാൻ പോയപ്പോൾ രണ്ടാമത്തെ വാദം എടുത്തിട്ടു. നമ്മുടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അഭിമാനിക്കുന്ന, അതിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന ആളുകൾ, എന്നാൽ സുന്നത്ത് ജമാഅത്തുമായി പുലബന്ധം പോലും ഇല്ലാത്ത ആളുകൾ പറഞ്ഞത് എന്താ? ഇവർ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ, അള്ളാഹു അല്ലാത്തൊരാളോടും പ്രാർത്ഥിക്കണമെന്ന് വാദിക്കുന്ന മുജാഹിദുകൾ ഔലിയാക്കന്മാരെ സ്നേഹിക്കാത്തവരാണ്. അവർക്ക് ഔലിയ ഇല്ല എന്ന് പറഞ്ഞു. അവർക്ക് ഔലിയ ഇല്ല, അവർ കൂട്ടത്തിനൊരു ഔലിയ ഇല്ല. ഔലിയാക്കന്മാരോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഔലിയാക്കളോട് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്നത്. സ്നേഹമില്ലാത്തതുകൊണ്ടാണോ? അല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഗ്രഹം വിശുദ്ധമായ കഅബാലയത്തിലുണ്ട്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ജീവിത കാലഘട്ടത്തിൽ ദഅവത്ത് നടത്തുമ്പോൾ, മക്കം ഫതഹിന്റെ ദിവസം മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ തൃക്കരങ്ങൾ കൊണ്ടാണ് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പടുകൂറ്റൻ വിഗ്രഹം കഅബാലയത്തിൽ നിന്ന് പിടിച്ച് പുറത്തേക്കെറിഞ്ഞത് എന്ന ഹദീസുകളിൽ കാണാം. ആ ഇബ്രാഹിം നബിയുടെ വിഗ്രഹം ആരാധിക്കുമ്പോൾ നബി പറഞ്ഞു പറ്റില്ല. ഇബ്രാഹിം നബി ആരാധനക്കർഹനല്ല. എന്താ ഇബ്രാഹിം നബിയോട് സ്നേഹമില്ലാഞ്ഞിട്ടാ? അല്ല. മുഹമ്മദ് നബി പറഞ്ഞത് ഈ ഞാൻ പോലും ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാലുള്ളതാണ്. ഇബ്രാഹിമിന്റെ ദുആ, പ്രാർത്ഥനയുടെ പരിണിതഫലമാണ് ഞാൻ പോലും എന്ന് പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങേറ്റം ഇബ്രാഹിം നബിയെ സ്നേഹിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, ഈ ഇബ്രാഹിം ഒരിക്കലും ആരാധനക്കർഹനല്ല, പ്രാർത്ഥനക്കർഹനല്ല. ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പൊ മക്കയിലെ മുശ്രിക്കുകളും പറഞ്ഞു ഇബ്രാഹിമിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഔലിയാക്കന്മാരെ കുറിച്ചുള്ള ബോധമില്ല, ഔലിയാക്കന്മാരെ കുറിച്ച് അറിവില്ല, ഔലിയാക്കന്മാരോട് ഹുബ്ബില്ല, ഔലിയാക്കന്മാരോട് ആദരവില്ല. അതുകൊണ്ടാണ് ഔലിയാക്കളോട് ദുആ ചെയ്യരുത് എന്ന് മുജാഹിദുകൾ പറയുന്നത്. ഇങ്ങനെ പിന്നെ വാദം പോയത്. ഔലിയാക്കളില്ല, അമ്പിയാക്കളില്ല, ഒന്നിച്ചറിയാം. ഔലിയാക്കന്മാരുടെ വിശ്വാസമില്ല. എന്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തില് മുജാഹിദുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയൂ, ഔലിയാക്കളില്ലാത്തവർ, അമ്പിയാക്കന്മാരില്ലാത്തവർ, അള്ളയില്ല എന്ന് പറയുന്നവര്.
ഒന്നും ഇല്ലാന്നാ പറയണത്. അല്ല ഇല്ല, അമ്പിയാക്കളില്ല, ഔലിയാക്കളില്ല, തെറ്റിദ്ധരിപ്പിക്കാൻ അല്ലേ സഹോദരങ്ങളെ? അവിടെ ഈ മുജാഹിദ് പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ ദൗത്യം നിർവഹിച്ചു. അതെന്താണ്? ആരാണ് ഔലിയാക്കൾ? ആരാണ് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഒരിക്കലും അവർ ക്ലേശിക്കേണ്ടതില്ല, അവർ വ്യസനിക്കേണ്ടതും ഇല്ല. ആരാണ് സഹോദരങ്ങളെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ? ഒരിക്കലും ക്ലേശിക്കേണ്ടതില്ലാത്ത, ഒരിക്കലും ഭയാശങ്കകൾ ആവശ്യമില്ലാത്ത, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ ആ ഔലിയാക്കൾ ആരാണ്? എന്താണ് അവരെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്? ആരാണ് ഔലിയാക്കൾ എന്ന നിലക്ക് നാം കണക്കിലെടുക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു തന്നു, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഈമാനുള്ളവരാണ് ഔലിയാക്കൾ, തഖ്വയുള്ളവരാണ് ഔലിയാക്കൾ. ഒരിക്കലും ഒരു പിഴച്ച മാർഗത്തിലേക്ക് അവർ ജനങ്ങളെ വിളിക്കുകയില്ല, ഒരു പിഴച്ച മാർഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുകയില്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായി അവരോട് കൽപ്പിച്ച കാര്യങ്ങൾ ബിഅദാഇ ഫറാഇലിഹി വജ്തിനാബി മആസിഹി, ആ നിർബന്ധമായി കൽപ്പിച്ച കാര്യങ്ങൾ പാലിച്ചുകൊണ്ടും അല്ലാഹ് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന അല്ലാഹുവിന്റെ തഖ്വയുള്ള ദാസന്മാർ, അവർക്കുള്ള പേരാണ് വലിയ എന്ന് മുജാഹിദുകൾ കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കേണ്ടി വന്നു. കാര്യം എന്താ? ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്നല്ലാതെ ആരാണ് ഔലിയ എന്ന് പഠിക്കാൻ ഈ സമൂഹം തയ്യാറായിരുന്നില്ല. ഒരുപക്ഷെ ഇപ്പോ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലം അത്. ഇപ്പൊ ഉണ്ടായ മാറ്റം ചെറുതായെങ്കിലും ഉണ്ടായെങ്കിൽ, മുമ്പ് ഏതെങ്കിലും ഒരു മാല ചെല്ല, ഒരു ഔലിയനെ കുറിച്ചൊരു മാല ഉണ്ടായാല് മഞ്ഞക്കുളം മാല എന്ന് കണ്ടാ പിന്നെ ഓ മഞ്ഞക്കുളം ഔലിയ, മാല കണ്ടല്ലോ മഞ്ഞക്കുളം ഔലിയായി. പിന്നെയോ ഏതെങ്കിലും കോട്ടിക്കുളം, എല്ലാം കുളത്തിലും പുഴയിലും ആറ്റിലും കടലിലും ഒക്കെ, അങ്ങനെ കോട്ടിക്കുളം എന്നൊരു മാല കണ്ടാലോ കോട്ടിക്കുളം ഔലിയ, മാല ചെല്ലിയ പുണ്യം കിട്ടും. പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാലും മൂപ്പരെ വിളിച്ചാൽ ദുആ ചെയ്താൽ ആവശ്യം നിറവേറ്റി തരും എന്നല്ലാതെ ആരാണ് ഔലിയാക്കൾ, എന്താ ഔലിയാക്കൾ യഥാർത്ഥ സിഫത്ത് എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ചൂഷണം നടന്നത് ആ മേഖലയിലാണ്. ഏറ്റവും അധികം ചൂഷണം നടന്നത് ആ മേഖലയിലാണ്. പച്ച തലപ്പാവും പച്ചക്കുപ്പായവും അപ്രകാരം പച്ചമുണ്ടും പച്ചപ്പുതപ്പും ഒക്കെ പുതച്ച് ജപമാലയുമായി ഒരു മനുഷ്യൻ പിറുപിറ മന്ത്രിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നത് കണ്ടാല് ഓൻ ഔലിയാൻ, ഓന്റെ പുറകെ കൊണ്ടുവനെ സുന്നത്തിയമാൻ. അവൻ നിസ്കരിക്കോ ഇല്ല, നോമ്പ് വെക്കോ ഇല്ല, നട്ടുച്ച നേരത്താൽ നല്ല ഊണും കഴിച്ച് ഇങ്ങനെ വൃട്ടാന്തം വെട്ടി വിഴുങ്ങി നടക്കുന്ന ഒരാള്, അയാൾ ഔലിയായിരിക്കും. പച്ചപ്പുതപ്പും പച്ചത്തലപ്പാവും കണ്ടാ മതി. മുജാഹിദുകൾ അവിടെ ഇടപെട്ടു ഇല്ലേ? കൃത്യമായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം അവരോട് പറഞ്ഞു കൊടുത്തു. അല്ലടോ, ഇയാളെങ്ങനെയാ വലിയാവല്? നമസ്കരിക്കാത്തവരെങ്ങനെയാ വലിയാകല്? നോമ്പ് നോക്കാത്തവരെങ്ങനെയാ വലിയാകല്? ഇസ്ലാമിക ശരീഅത്തുകൾ പാലിക്കാത്തവരെങ്ങനെയാ വലിയാകല്? അള്ളാഹുവിന്റെ വലിയാകണമെങ്കിൽ തഖ്വയല്ലേ ആദ്യമായി വേണ്ടത്. ആ തഖ്വ സ്വീകരിക്കുന്നവനല്ലേ വലിയ. പണ്ഡിതന്മാരെങ്ങനെയാണല്ലോ പറഞ്ഞത്, കുല്ലു മൻ കാന തഖിയൻ കാന ലില്ലാഹി വലിയ. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കുന്നവർ അവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നല്ലേ ഖുർആൻ പറഞ്ഞു പഠിപ്പിച്ചത്, പ്രവാചകന്മാർ പറഞ്ഞത്, അപ്രകാരം പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നത്. എന്നാൽ അതിന് വിപരീതമായി ഈ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കാത്തവർ എങ്ങനെയാ വലിയാകല്? മുജാഹിദുകൾ ചോദിച്ചു. അപ്പോഴും മറുപടി ഉണ്ട്. എന്താ മറുപടി? സുന്നത്ത് ജമാഅത്തിന്റെ വേഷം ധരിച്ച ബിദ്അത്തിന്റെ ആളുകൾ വന്ന് മറുപടി പറയാ, ഇന്നൽ വലിയ യതശക്കലു ഫീ 40 ജിസ്മാ. ഒരു വലിയ ഒരു തടിയല്ല, 40 തടിയാണ് കേട്ടോ. 40 തടിയാണത്രേ. ഒരു തടി മക്കത്ത്, വേറെ തടി മദീനത്ത്, വേറെ തടി അവിടെ ആഫ്രിക്കയില് അന്റാർട്ടിക്കയിൽ, അങ്ങനെ ഓരോ തടിയും ഓരോരുത്താണ്. ഈ ഓരോ തടിയും നമസ്കരിക്കുന്നുണ്ട്. ഒരു തടി മക്കത്തുള്ള തടി നിസ്കരിക്കുന്നുണ്ടാവും, മദീനത്തുള്ള ഒരു നോമ്പ് വെക്കുണ്ടാവും, ആഫ്രിക്കയിലെ തടി സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും. നമ്മൾ എവിടെ കണ്ടാലും ആ തടി തിന്നണ തടി മാത്രം, അന്നത്തടി മാത്രം നമ്മൾ കാണുക. ബാക്കിയുള്ള നിസ്കാരത്തടിയും നോമ്പ് തടിയും നിക്രതടിയൊക്കെ വേറെയാണ്. ഇങ്ങനെ 40 തടിയുണ്ട്. ബാധിച്ചില്ലേ സഹോദരങ്ങളെ? മുബാറക് മാസികയിൽ ചോദ്യോത്തരത്തിന് മറുപടി എഴുതിയില്ലേ സഹോദരങ്ങളെ? പുസ്തകങ്ങൾ എഴുതി വിട്ടില്ലേ സഹോദരങ്ങളെ? 40 അടി വാദം, ഒരു വലിയ 40 അടി ഉണ്ട്. മുജാഹിദുകൾ ചോദിച്ചു, അല്ലടോ, ലോകം കണ്ട ഏറ്റവും വലിയ ആരാണ്? ഏറ്റവും വലിയ ഔലിയാരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. അതിനേക്കാൾ ഒരു മഹാൻ വന്നിട്ടില്ലല്ലോ.
പക്ഷേ ആ പ്രവാചകന് പോലും ഒരു ശരീരമല്ലാതെ 40 ശരീരമുണ്ടായോ, 4 ശരീരമുണ്ടായോ, 400 ശരീരമുണ്ടായോ? ഉണ്ടായില്ലല്ലോ. ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിവസവും ഓരോ ഭാര്യമാർക്ക് ഊഴം വെച്ച് നൽകാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകളിലുണ്ടല്ലോ. 40 അടി മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഉള്ള ഭാര്യമാര് പ്രവാചകന് തികയുമായിരുന്നടോ ചോദിച്ചു. അപ്പോ ചെറുതായിട്ട് ബോധമൊക്കെ തുടങ്ങി. എന്നാലും സമ്മതിച്ചു തരൂല. നമ്മുടെ സുന്നത്യമാത്താന്ന് മൊത്തം അവകാശപ്പെടാണല്ലോ. പക്ഷെ അതെന്താന്ന് അറിഞ്ഞുകൂടെ സാധുക്കൾക്ക്. ഈ സുന്നത്യമാത്ത് എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഈ രൂപത്തിൽ വിൽക്കാനും കാശാക്കാനും മൗലൂദോതിയിട്ട് കാശ് വിരിക്കാനും ബക്കറ്റ് പിരിവടത്താനുള്ള സാധന സുന്നത്യമാത്ത് ഈ സാധുക്കൾ തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ട് തന്നെ സുന്നത്യമാത്ത് എന്താണെന്നറിയാതെ മനസ്സിലാക്കാതെ ഈ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന കാര്യങ്ങൾക്കെതിരെ നിലകൊള്ളാൻ ശ്രമിച്ചത്. അങ്ങനെ നിലകൊണ്ട് അവസാനം വന്നപ്പോഴോ ആർക്കും വലിയാകാം, നടന്നു പോണ വഴിയൊക്കെ ഉമ്മ പോയിട്ടൊരു ജാർത്തി കയറി ഇരിക്കുക, വെറുതെ പോയൊരു ജാർത്തി കയറി ഇരിക്കുക. ഇറങ്ങി വരുന്ന വലിയായിട്ടാണ് ഏത് തോന്നിയാസിക്കും അല്ലെ. പൂക്കടാനന്ദ സ്വാമിയൊക്കെ നമ്മുടെ നാട്ടിൽ അവിടെ ഇവിടെ കേട്ടാ പൊങ്ങിയത്. ഏതൊരാൾക്കും ഒരു താടിയൊക്കെ വെച്ച് ഇങ്ങനെ വന്നാൽ ഒരു പച്ച പുതപ്പൊക്കെ ഇട്ടാൽ പിന്നെ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. മജ്ദൂബാണ് ആള്, മജ്ദൂബാണ്, ജദ്ബിന്റെ ഹാലാന്ന് പറഞ്ഞാൽ മതി. ജദ്ബിന്റെ ഹാലെത്തിപ്പോയി, ഹാല് പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ മതി. എന്തും പറയാ, എന്ത് തെറിയും വിളിക്കുക, എന്ത് ചീത്തയും വിളിക്കുക, എന്ത് അനാവശ്യം നടത്താ, ഏത് തരത്തിലും പ്രവർത്തിക്കാൻ. കള്ളു പിടിച്ചാലും പ്രശ്നമില്ല. കള്ളങ്ങ് വായിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ അങ്ങ് തേനായി മാറിപ്പോകും എന്നാ അത് പറഞ്ഞു കൊടുക്കണേ. ഔലിയ കുടിക്കണ കള്ള, പക്ഷെ തൊള്ളമെങ്ങ് എത്തുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങ് തേനാക്കി കൊടുക്കുന്ന. അങ്ങനെ എന്തെല്ലാം വാദഗതികളാ. അങ്ങനെ വന്നപ്പോ കള്ളത്തരീക്കത്തുകാരെ എല്ലായിടത്തും ആലുവ, ആലുംതറ, അങ്ങനെ എല്ലാ തറയും എന്തെടുത്തു വലിയായി ചമയാൻ തുടങ്ങി. അങ്ങനെ വലിയായി ചമഞ്ഞപ്പോ തങ്ങൾക്കുള്ള സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമെന്ന് പേടിയായി. ആർക്ക്? ഈ പറയണ മുയ്യാക്കന്മാർക്ക് തന്നെ. ഔലിയാക്കന്മാർ നമസ്കരിക്കണമെന്നില്ല, നോമ്പോക്കണമെന്നില്ല, സക്കാത്ത് കൊടുക്കണമെന്നില്ല, 40 അടിയാണെന്നൊക്കെ വാദിച്ച മുയ്യാക്കന്മാർ തന്നെ പിന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു. രംഗത്തിറങ്ങിയിട്ട് എന്താ പറയണത്? മുജാഹിദികൾ എന്ത് പറഞ്ഞു അത് വിളിച്ചു പറയേണ്ടി വന്നു. എന്താ അത്? കേട്ടോളൂ നിങ്ങളുടെ സക്കാഫി പറയുന്നത്. ഏകമായ കവചം അതാണ്. ബഹുമാനപ്പെട്ട അബൂ ഹമീദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ഹിയയിൽ എഴുതി വെച്ചതും അതാണ്. ആഖിറു സമാനായ കള്ള തരീക്കത്ത്, കപടന്മാര്, തട്ടിപ്പ്, വെട്ടിപ്പ്, വേലവിദ്യകൾ, ആകെ തരീക്കത്തിന്റെ ഒരു കൂത്താട്ടം. അറഫയിലും മീനയിലും മുസ്ദലിഫയിലും തരീക്കത്ത് വെക്കുക, അതാകെ സഹിക്കാൻ പറ്റാത്ത. എവിടെ നോക്കിയാലും തരീക്കത്ത് ഹോൾസെയിൽ, റീറ്റെയിൽ, സ്വർഗത്തിലേക്ക് കടക്കാൻ ഇങ്ങനെ പല വീശം നടക്കുക. ചുരുങ്ങിയ ചെലവില് സ്വർഗം നേടാൻ വേണ്ടി കുറുക്കുവൈക്കൂടെ കടക്കാൻ നോക്കുകയാണ് ചില ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, 5 വഖത്ത് കറക്റ്റായി നിസ്കരിക്കുന്നു. അതിന്റെ റവാത്തിബ് സുന്നത്ത് മുടങ്ങാതെ കൊണ്ടോ വിത്ർ നിസ്കരിക്കുന്നു, ദുഹാ നിസ്കരിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു. ഹറാമായ കാര്യങ്ങൾ പറ്റ മാറി നിൽക്കുന്നു. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചാൽ അവൻ തന്നെ വലിയ. അതന്നെയാണ് ഒറിജിനൽ തരീക്കത്ത്. അതിന്റെ അങ്ങേപ്പുറത്ത് ഇതൊന്നും ആവശ്യമില്ല. നിങ്ങൾ ചൊല്ലുന്നതൊന്നും ദിക്റല്ല. നമ്മളൊരു 3 ദിക്റുണ്ട്, അത് ചെല്ലിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുള്ളൂ. അല്ലാതെ കൊല്ലക്കണക്കിന് ദിക്ർ ചെല്ലിയതൊക്കെ ബാത്തിലാണ്. ആളുകളെ പിഴപ്പിക്കുന്ന പല ജാതി വിദ്യകൾ. നൗദുബില്ല. നമ്മൾ അതിന് കുറ്റം പറയണില്ല. കാരണം കുറ്റം പറയണ്ട, സത്യം പറയുന്നു. അപ്പൊ സത്യം പറയാം മൂപ്പരെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരുപാട് കള്ളത്തരീക്കത്തുകാർ ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? നിസ്കരിക്കൂല എന്ന വലിയെന്ന് പറഞ്ഞ ആരാ? മനസ്സിലാക്കിക്കോ. അദ്ദേഹം പറയാണ് അത് മറ്റാരുമല്ല, 5 നേരം കൃത്യമായി നമസ്കരിക്കണം. അതിന് മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിർവഹിക്കണം. ആ റവാത്തിബ് സുന്നത്തുകൾക്ക് പുറമെ വിത്ർ നമസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. അങ്ങനെ എല്ലാ ഫർദും സുന്നത്തുമായ നമസ്കാരം നിർവഹിക്കുന്ന ആളാണ് സാക്ഷാൽ വലിയ. അതാണ് തരീക്കത്ത്. അല്ലാതെ ഏത് തരീക്കത്ത് വന്നാലും അത് കള്ളത്തരീക്കത്താന്ന് പറഞ്ഞത് അല്ലേ? ഇത് മൂപ്പര് മാത്രല്ല, വേറൊരു സക്കാഫിയും അയാളും പറയാ എന്ത്? നിസ്കരിക്കാത്തവൻ വലിയല്ല, നിസ്കരിക്കാത്തവൻ വലിയല്ല. കേട്ടോളൂ ആവാജ്. മൗലവി മഞ്ചേരിയിലെ ഫത്വയാ. സുബ്ഹാനല്ലാഹ്. പിന്നെയോ എന്തെല്ലാം സാധനങ്ങളാ ഇറങ്ങുന്നു. കള്ളത്തരീക്കത്തുകാരനാ. പിന്നെ അത് പറയണ്ട. മുക്ക് കടല കച്ചവടം പോലെ ശൈഖന്മാരല്ലേ, കടല വിറ്റ് വാർത്ത് വിൽക്കുന്നവരെ പോലെ മുക്കിന് ശൈഖന്മാര്. എല്ലാരും ശൈഖ് തന്നെ. ശൈഖ് കുറഞ്ഞ പരിപാടിയൊന്നുമില്ല. എല്ലാരും തരീക്കത്ത് കൊടുക്ക തന്നെ. കുറെ ആള് വാങ്ങലും കൊടുക്കലും വാങ്ങലും. ഈ സാധുവിനറിയോ എന്താ ശൈഖ്? ഈ തരീക്കത്ത് വാങ്ങാൻ പോയി എന്ന് പറഞ്ഞവൻ അറിയോ എന്താ തരീക്കത്ത്?
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുറച്ച് ദിവസം കഴിഞ്ഞൊക്കെ മുരീദ് നിസ്കരിക്കുന്നില്ല. ശൈഖ് പണ്ഡിതൻ നിസ്കരിക്കലില്ല, മുരീദും ഇപ്പം നിസ്കാരില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചേകനൂര് 3 നേരം ഈ 2 റകഅത്തെങ്കിലും ഉണ്ട്. കള്ള ശൈഖിനും മുരീദിനും തീരെ ഇല്ല. എന്തൊരു മുസീബത്താണിത്, ദീനിന് എന്തൊരു മുസീബത്താണ്. ഞാനിപ്പോൾ ദീർഘിപ്പിച്ച് പറയുന്നില്ല. അതാ നല്ലത്. അപ്പോ സഹോദരങ്ങളെ, എന്താ പറയുന്നത്? നിസ്കരിക്കാത്ത വലിയല്ലാതാ കേട്ടല്ലോ. ചേകനൂര് 2 റകഅത്ത് 2 വഖത്തെങ്കിലും ഉണ്ട്. പക്ഷെ കള്ള ശൈഖിനും തരീഖത്തുകാർക്കും വലിയ മുരീദന്മാർക്കും നിസ്കാരം തന്നെ ഇല്ല. രക്ഷപ്പെടാൻ നിൽക്കാണ്, രക്ഷപ്പെടാൻ പോവാ, സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിലേക്ക് മടങ്ങി വരാൻ പോവുകയാണ്. പക്ഷേ സാധിക്കോ? ഇല്ല. കാര്യം വല്ലാത്ത കുടുങ്ങി കിടക്കണത്, വല്ലാത്ത കുടുക്കിലാ പെട്ട് കിടക്കണ. കാര്യം പഴയ കാലഘട്ടത്തിൽ നമസ്കരിക്കാത്തവനും വലിയാകും, നോമ്പ് നോക്കാത്തവനും വലിയാകും എന്നൊക്കെ വാദിച്ച് അത് പഠിച്ച ആളുകള് നിസ്കരിക്കാത്തവനെ വലിയാക്കിയിട്ടുണ്ട്, നോമ്പ് നോക്കാത്തവനെ വലിയാക്കിയിട്ടുണ്ട്. എത്രത്തോളം CM മടവൂരിനെ കുറിച്ച് പോലും പറയുന്നത് എന്താ? നമ്മുടെ CM മടവൂരുണ്ടല്ലോ, ആ CM മടവൂര്, ആ മടവൂരിനെ കുറിച്ച് പോലും പറയുകയാണ് CM മടവൂര് നമസ്കരിക്കാറില്ല. സുബ്ഹാനല്ലാഹ്. ചേകന്നൂര് ഈ 2 റകഅത്ത് 2 വഖത്തെങ്കിലും ഉണ്ട്. CMനും കൂട്ടർക്ക് നമസ്കാരം ഇല്ല എന്ന് അത് പറയാൻ പറ്റുമോ? ഞാൻ വെറുതെ പറയല്ലോ. ആ CMന്റെ പേരിൽ ഇറങ്ങിയ കഥാപ്രസംഗത്തിൽ തന്നെ പറയാണ് CM നമസ്കരിക്കാറില്ല. കേട്ടോളൂ. എന്നാൽ ഒരു ദിനമാനത്തിലടുത്തിട്ടോതുന്നേ ഉയ്യാടുന്നെല്ലാരും നിങ്ങൾക്കില്ല നിസ്കാരം അത് മുത്തിടുവിൻ ശരിയാണോ കാര്യവും തന്നെ. അന്നേരം കൈപ്പത്തി മലർത്തി തങ്ങോ കാട്ടിയ നേരത്ത് ആ കരമിൽ കാണുന്നൊരു പടവും എന്തൊരു നല്ല കറാമത്ത്. ഹറമിൽ വെച്ചത് നിസ്കാരം അത് മയ്യോ മുമ്പിൽ ഇമാമത്ത്. അക്കഥ കണ്ടു മുതൽ ദിശവർക്കും വന്നുടനന്ന് സലാമത്ത്. കയ്യു വലിച്ചെന്ന് പിന്നെ കാഴ്ച മറിഞ്ഞങ്ങ് എല്ലാ കഴിവ് കറാമത്തുള്ളവരല്ലേ കശ്മുടയോല ശിവത്തിതുമല്ലേ ഉരുളിക്കുന്ന മുതൽ സായേ ഉണ്ണി മോയിൻ ഹാജി ഒരു ദിനമാഹ നിറത്തിലടുത്തിട്ടോതുന്നേ ഉരിയാടുന്നെല്ലാരും നിങ്ങൾക്കില്ല നിസ്കാരം അത് മുത്തിടുവിൻ ശരിയാണോ കാര്യവും തന്നെ. മടവൂർ ശൈഖ് നിസ്കരിക്കാറില്ലത്രേ. പലരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഉരുളിക്കുന്ന് മേരിസായ പ്രഗത്ഭ പണ്ഡിതൻ ഉണ്ണി മോയിൻ ഹാജി ശൈഖ് അവർകളെ നേരിൽ കണ്ടു. ഇത് ചോദിക്കാൻ തീരുമാനിച്ചു. ഉണ്ണി മോയിൻ ഹാജി ശൈഖ് അവർകളോട് ചോദിച്ചു, ആളുകൾ പലരും പലതും പറയുന്നുണ്ടല്ലോ, സത്യം എന്താണ്? അന്നേരം മഹാനായ ശൈഖ് അവർകൾ തന്റെ കൈപ്പത്തി ഹാജിയാരുടെ നേരെ നീട്ടി. അത്ഭുതം തന്നെ, അതിലേറെ ആശ്ചര്യവും. സാക്ഷാൽ ടെലിവിഷൻ പോലെ അതാ ആ കൈവെള്ളയിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു. അപാലവൃദ്ധം ജനങ്ങൾ ഹറമിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന രംഗം. മഹാനായ CM അവർകളതാ അവർക്ക് ഇമാമായി നിസ്കരിക്കുന്നു. അപ്പൊ സഹോദരങ്ങളെ, നമസ്കരിക്കാറില്ല. അപ്പൊ ഒരാൾ ചോദിച്ചു, അല്ല എന്താ നിസ്കരിക്കാത്തത്? ചെമ്മടൂർ എന്താ നിസ്കരിക്കാത്തത്? പിടിച്ച് അകത്തേക്ക് കയറ്റിയതാണ്, റൂമിലേക്ക് കയറ്റി. എന്റെ കൈയുടെ വെള്ളം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. കൈയുടെ വെള്ളം നോക്കുമ്പോ ഒരു ടെലിവിഷൻ, കൈയുടെ വെള്ളം ടെലിവിഷൻ. ആ ടെലിവിഷൻ നോക്കുമ്പോ മറ്റേ ഹറമില് ഇമാമായി നിന്ന് നമസ്കരിക്കണം. ആര്? CM മടവൂര് ഹറമിൽ ഇമാമായിട്ടേ. ഓ പാവം സുദൈസിയുടെ ഒക്കെ കാര്യത്താവും. മൂപ്പര് വലിയ കോട്ടൊക്കെ ഇട്ട് ഇമാമ വയ്ക്കാൻ വരുമ്പോ ഞെക്കി തിരിക്ക് മാറ്റിയിട്ട് ഇദ്ദേഹം കയറി ഇമാമ നിന്ന് നിസ്കരിക്കണ ഫോട്ടോ കാണിച്ചു കൊടുത്തു. കൈന്റെ വെള്ളല കാണിച്ചു കൊടുത്തെന്നാണ് ആ ചിത്രം കാണിച്ചു കൊടുത്തു. കണ്ടോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് CM മടവൂരിന് മാത്രമല്ലല്ലോ, വേറെ വലികൾ ഉണ്ടാവുമല്ലോ. ഓരിങ്ങനെ ആയാലോ? നേരത്തെ പറഞ്ഞല്ലോ നിസ്കരിക്കാത്തവൻ വലിയല്ല, 5 നേരം കൃത്യം നിസ്കരിക്കണവനെ വലിയാകൂ. ഇതുപോലെ CM മടവൂരല്ലാത്ത വലിയകളുണ്ടല്ലോ, ഒരു ഇമാമായിട്ട് ഹറമിൽ നിൽക്കാൻ പോയതാണെങ്കിലോ പ്രശ്നാവൂലേ? ഇതാണ് പറഞ്ഞത്. എന്ത് കുടുങ്ങുന്ന കാലുമ വീണ കുരുക്ക, കഴുത്തിനൊരു കുരുക്ക്, കാലുമ വേറൊരു കുരുക്ക്, അങ്ങോട്ടും പോകാൻ വയ്യ ഇങ്ങോട്ടും വരാൻ വയ്യ. ആ ഒരു അവസ്ഥയിൽ എപ്പോഴത് അല്ലേ? നാട്ടിൽ കള്ളത്തരീക്കത്തുകാര് പെരുകി വന്നപ്പോ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു, അല്ല നിങ്ങളുടെ ശൈഖ് നമസ്കരിക്കുന്നില്ല, നമസ്കരിക്കാത്തവൻ വലിയല്ല, നമസ്കരിക്കാത്തവൻ വലിയായിട്ടുള്ള തരീക്കത്ത് കള്ളത്തരീക്കത്താണ്. ചേകനൂർ 2 റകഅത്തെങ്കിലും ഉണ്ട്, 2 വഖത്തെങ്കിലും ഉണ്ട്. പക്ഷേ കള്ള ശൈഖിനോ ഒരു നമസ്കാരം ഇല്ല എന്ന് പറയുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് അറിയപ്പെടുന്ന APEK അങ്ങനെ ഏത് പേരിലായ അറിയപ്പെടുന്നവരായാലും 2 കൂട്ടരും അധികാരത്തിന് വേണ്ടി വഴക്കിടുന്ന ജാറങ്ങളിൽ പോലും എന്താണ് അവിടുത്തെ കിടക്കുന്ന ആള് പോലും നിസ്കരിക്കാറില്ലായിരുന്നു. നമ്മൾ പറയല്ല, നേരെ മറിച്ച് കൃത്യമായി
കൃത്യമായി അവർ തന്നെ ഇറക്കിയ കാസറ്റാണ്. ഇതിന്റെ അവസാനത്തിൽ, ഈ കഥാപ്രസംഗത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, മടവൂർ ശൈഖ് മരണപ്പെട്ടപ്പോ EK അബൂബക്കർ മുസ്ലിയാർ കോഴിക്കോട് വെച്ചുകൊണ്ടും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ മടവൂരിൽ വെച്ചുകൊണ്ടും CM വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു. ആ രണ്ട് ഗ്രൂപ്പുകാരും ഉഷാറായിരുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെ രണ്ടു കൂട്ടുകാരും ഉഷാറായിരുന്നു. പിന്നീട് അധികാര പ്രശ്നം വന്നു, ഒരു കൂട്ടർക്ക് കിട്ടി, അങ്ങനെയല്ലേ കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോ ഇപ്പോ മറ്റൊരും പറയാം നമ്മുടെ ആൾ തന്നെയാണ്, രണ്ടു കൂട്ടർക്കും വേണ്ടപ്പെട്ട ആളാണെന്നാ പറയുന്നത്. പക്ഷെ രണ്ടു കൂട്ടർക്കും വേണ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞ ആ ശൈഖ് നമസ്കരിക്കാറില്ലായിരുന്നു. എന്താ നിസ്കരിക്കാന്ന് വെച്ചാൽ കൈന്റെ വെള്ളം കാണിച്ചു കൊടുക്കുക, കൈയിന്റെ വെള്ളം കാണിച്ചു കൊടുത്ത നിസ്കാരാവൂ അല്ലേ? ഇവർ തന്നെ പറയാറുള്ള കഥയുണ്ടല്ലോ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ പള്ളിയില് ദുഹറിന് സമയമായി, അദ്ദേഹം ഇരിപ്പുണ്ട്, പിറുപിറുത്തിട്ട് നിസ്കരിക്കില്ലത്രേ. അസറിന് സമയമായപ്പോ ഉമർ ചെന്ന് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല എന്താ നിസ്കരിക്കാത്തത്, എന്താ നിസ്കരിക്കാത്തതെന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം മിണ്ടണില്ല, മൗനാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ നാട്ടില് പള്ളിയിൽ കയറിയിട്ട് ജമാഅത്തിന് സമയമായിട്ട് നിസ്കരിക്കാതിരുന്നാല് വാളായിരിക്കും മറുപടി പറയണോ മറുപടി എന്ന് പറഞ്ഞു. ആള് മിണ്ടണില്ല, മൗനമാ. ആളുകളൊക്കെ നോക്കിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വാളൂരി ഇത്രേ, എന്നിട്ട് വെട്ടി അദ്ദേഹത്തിന്റെ കഴുത്തിന്. ആരുടെ? നിസ്കരിക്കാതെ പള്ളിക്കകത്ത് കുത്തിയിരിക്കണ ഈ കള്ളശൈഖന്റെ കഴുത്തിനങ്ങ് വെട്ടിയപ്പോ അദ്ദേഹം ഇങ്ങനെ പരുന്തായ്മപ്പെട്ട് പറന്നുപോയിന്ന ചരിത്രമാണ്. ഇവരുടെയൊക്കെ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കഥയായി എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പരുന്തായി ഇങ്ങനെ പറന്നുപോയിന്ന. മാത്രം ഒരു അശരീരി. എന്താ അശരീരി? അത് നമ്മൾക്ക് വേണ്ടപ്പെട്ട ഏറ്റവും വലിയ ആരിഫാണ് കേട്ടോ, മൂപ്പരെ വാളോങ്ങരുത്. നമുക്ക് വേണ്ടപ്പെട്ട ആരിഫ് നല്ല വിളിച്ചു പറയാം, മോളിൽ അശരീരട്ടെ, എന്റെ ആരിഫാണ്, നീ എന്തിനാ അവന്റെ വാളോങ്ങിയത്? ഉമർ എന്താ പറഞ്ഞത്? എന്റെ ആരിഫാണെങ്കിൽ അവിടെ ഇരുത്തിയാൽ ഇങ്ങോട്ട് വിടണ്ടാന്ന് പറഞ്ഞു. എന്റെ ആരിഫാണെങ്കിൽ അവിടെ ഇരുത്തിയാൽ ഉമർ ഭരണം നടത്തുന്ന നാടാ, ഇവിടെ ജമാഅത്തിന് സമയമായി നമസ്കരിക്കണം, നമസ്കരിക്കാത്ത ഒരുത്തരെയും ഇവിടെ ഞാൻ വെറുതെ വിടില്ല, അവനെ കഴുത്ത് ഞാൻ എടുക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു എന്ന കഥ ഇവര് തന്നെ പറഞ്ഞു തരും. ഇതെങ്ങനെ യോജിക്കല്, ഇതെങ്ങനെ ഒത്തൊരുമിക്കല്? CM മടവൂർ നമസ്കരിക്കാറില്ലെന്ന് പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല കഥാപ്രസംഗം എഴുതി വെച്ചു. പിന്നെ എങ്ങനെ വലിയായി അംഗീകരിക്കും? നേരത്തെ മുള്ളൂർക്കര സക്കാഫിയും പേരോട് സക്കാഫിയൊക്കെ പറയുന്നത് എന്താ? സ്കരിക്കാത്തോ വലിയല്ല, കൃത്യമായി സ്കരിക്കണോ വലിയ. അപ്പൊ CM മടവൂരോ? പ്രശ്നം അവസാനിക്കണം. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പാത വിട്ട് ചലിച്ചു ഇവർ. സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥമായ വീക്ഷണം, ആ വീക്ഷണം വിട്ടുകൊണ്ട് ചലിച്ചപ്പോ ഇവർക്ക് വന്ന് ഗതികേടായത് അല്ലേ? മാത്രല്ല സഹോദരങ്ങളെ, ഈ ഔലിയാക്കന്മാരെ, വ്യാജ ഔലിയാക്കന്മാരെ സൃഷ്ടിച്ചു വിട്ടു എന്ന് മാത്രല്ല ഇവർ ചെയ്ത ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനം, നേരെ മറിച്ച് കള്ള ദിക്റുകള്, വ്യാജ ദിക്റുകള്. വ്യാജ ഔലിയാക്കന്മാര് എല്ലായിടത്തും ഉണ്ടായി. പക്ഷേ എങ്ങനെ വ്യാജം നിശ്ചയിക്കലെന്ന് വെച്ചാല് ഓരോ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലെ വ്യാജവും സത്യസന്ധവുമായത് വേർതിരിച്ച് മനസ്സിലാക്കുക അല്ലേ? നമുക്കറിയാം ഓച്ചിറയിൽ ഒരാള്, ഓച്ചിറ എന്ന് വെച്ചാൽ കൊല്ലം ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും ബോർഡറാണ് ഈ ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരാള് ദാമോദരൻ എന്ന പേരുണ്ടായിരുന്ന ഒരു അമുസ്ലിം അവിടെ വന്ന് താമസിച്ചിരുന്നു. ചെറിയ മെന്റൽ പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യരാണ്. അദ്ദേഹം ഇങ്ങനെ ഓടി നടക്കും. പണ്ട് ഓച്ചിറ അമ്പലത്തിൽ കഞ്ഞി കൊടുക്കും. ആ ഓച്ചിറ അമ്പലത്തിൽ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് കുറെ കാലം അയാൾ ഇങ്ങനെ നടന്നു, അലഞ്ഞു തിരിഞ്ഞ്. കുറെ കാലമായി അദ്ദേഹം അവിടെ വന്നിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്നു. ആളുകൾ എന്തെങ്കിലും കൊടുത്താൽ ഇങ്ങനെ കഴിക്കോ. അങ്ങനെ ദാമോദരൻ പിള്ള അവിടെ ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞു. അവസാനം അദ്ദേഹം ക്ഷീണിച്ച്, അദ്ദേഹത്തിന്റെ രോഗം കൂടിയിട്ട് അദ്ദേഹം ഒരു കടത്തിണയിൽ അഭയം പ്രാപിച്ചു. ഒരു കടയുടെ തിണ്ണയിൽ കയറി കഴിഞ്ഞു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ ദാടിയൊക്കെ വളർന്നു, നരച്ചു. അങ്ങനെ വെളുത്തൊരു ദാടിയൊക്കെ ആയിട്ട് ഒരാൾ ഇങ്ങനെ ഇരിക്കണ്. ചിലപ്പോ അദ്ദേഹം വസ്ത്രം ധരിക്കും, വേറെ ചിലപ്പോ വസ്ത്രം ധരിച്ചോണമെന്നില്ല. അദ്ദേഹത്തിന്റെ പഴയ തുണികൾ അതിങ്ങനെ അഴുക്ക് പിടിച്ചിട്ട് ചുരുണ്ട് ഇങ്ങനെ അരമ്പലിങ്ങനെ കിടപ്പുണ്ട്. ഈ മനുഷ്യൻ നഖമൊക്കെ നീട്ടി വളർത്തിയ ഒരാൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മിണ്ടായിരിക്കും, ബുറുബറായിരിക്കും. ആരെങ്കിലും ചെന്ന് എന്തെങ്കിലും പറഞ്ഞാലായി, അല്ലെങ്കിൽ ഏതെങ്കിലും അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ചാലായി. അങ്ങനെ ഇരിക്കാണ്. ആളുകൾ ചെറിയ ചായയൊക്കെ വാങ്ങിക്കൊടുക്കും. ഇത് നോക്കി കുറച്ച് ആൾക്കാർ ഇയാളെ ചുറ്റും കൂടിയിട്ട് കുറെ ആളുകൾ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം ജീവനുള്ളപ്പോ അയാളെ എടുത്തോണ്ട് ഇത് കുളിപ്പിക്കാനോ, അയാളെ നഖമൊന്ന് വെട്ടിക്കൊടുക്കാനോ, അയാൾക്ക് മെന്റൽ ഹോസ്പിറ്റലിൽ പോയിട്ട് 2 ഗുളിക വാങ്ങിക്കൊടുക്കാനോ ഒരാളില്ല. ദാമോദരൻ പിള്ളയെ നോക്കാൻ ആളില്ലായിരുന്നു. എന്നാൽ ഇദ്ദേഹം വീണങ്ങ് മരിച്ചു കഴിഞ്ഞപ്പോഴോ ദാ ഓടി വന്നു, പാഞ്ഞു വന്നു. ആരാ വന്നത്? വലിയ വലിയ ആലിമീങ്ങൾ മാത്രമാണോ അല്ല കുറുതൊട്ട സ്വാമിമാര് രണ്ടും വന്നു. മരിച്ചു എന്ന് കണ്ടപ്പോ 2 കൂട്ടരും വന്നു, സ്വാമിമാരും വന്നു, മുല്യാമാരും വന്നു. എന്നിട്ട് പറഞ്ഞു, രണ്ടുപേരും 2 ചേരി അപ്പുറത്തും ഇപ്പുറത്തും. എന്തേ? ഈ ഞമ്മന്റെ ആളാണ്. അവര് പറഞ്ഞത് ഞങ്ങളുടെ സ്വാമിയാണ്, കുപ്പസ്വാമിയായത്. ഇവര് പറഞ്ഞേ നമ്മുടെ ഔലിയാണ്, നമ്മുടെ ഔലിയായത്. അപ്പൊ ഒരു ചോദിച്ചു, എന്താ പേര്? എനിക്ക് പേര് പറ. ഞങ്ങൾക്ക് പേരറിയാം, ദാമോദരൻ പിള്ള എന്നതിന്റെ പേര്.
നിങ്ങളുടെ വലിയ നിന്റെ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയൂന്ന് പറഞ്ഞു. ഇയാൾ മുസ്ലിമാണോ മുസ്ലിം പേര് തന്നെ അറിയാലോ. അവരിങ്ങനെ ആലോചിച്ചു, മൊയ്ലാക്കന്മാർ ആലോചിച്ചു. അവസാനം പേരൊന്നും കിട്ടിയിട്ടില്ല. അവസാനം പറഞ്ഞു ഓച്ചിറ ഉപ്പുപ്പ. ഉപ്പുപ്പ എന്ന് കേട്ടോ മുസ്ലിമായതാ. ഉപ്പുപ്പ എന്ന് പറഞ്ഞ മുസ്ലിമായതാ. പേര് കിട്ടിയിട്ടില്ല. അവസാനം ആ സ്ഥലത്തിന്റെ പേരിന്റെ യോട്ടിൽ ഉപ്പുപ്പ എന്ന് കൂടെ എഴുതി ഓച്ചിറ ഉപ്പുപ്പ. അതിന് പേരിട്ട് ഓച്ചിറ ഉപ്പുപ്പ എന്ന് പറഞ്ഞു. പ്രശ്നമായി. സംഘടനത്തിന് വക്കിലെത്തി. സിഐയുടെ മുന്നിൽ കേസെത്തി. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ സിഐ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തി. രണ്ടുപേരുടെയും വിളിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണേ. അവസാനം എന്തെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തിനാ ഒരാൾ മരിച്ചാൽ പിന്നെ ആളെ ദഹിപ്പിച്ച കളയല്ലേ ഉള്ളൂ. അവർ പറഞ്ഞു അത് എത്രയേ ഉള്ളൂ, ഞങ്ങളുടെ ആ ചടങ്ങ് നിർവഹിക്കുന്നു. എങ്കിലും അവര് പരിശുദ്ധമായി മുസ്ലിങ്ങൾക്ക് കൊടുത്തേക്ക്. അവര് നന്നായി പരിപാലിച്ചോളും. നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ പരിപാലിക്കുന്നതിലും നന്നായി അവർ പരിപാലിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രയാസം? സിഐ ചോദിച്ചു. അവസാനം അവർ രമ്യമായി പ്രശ്നം പരിഹരിച്ചു. മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുത്തു. കൊണ്ടുവന്നു കുളിപ്പിക്കാൻ നേരത്ത് നോക്കുമ്പോ സുന്നത്ത് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ പറയാൻ പറ്റുമോ? വലിയ കാര്യത്തിൽ കൊണ്ടുവന്നല്ലേ ഇതാക്കി പിടിച്ച്. അവസാനം കുളിപ്പിച്ച് വൃത്തിയാക്കി ഓച്ചിറ ഉപ്പുപ്പാന്ന് പേരെഴുതി വെച്ച് അതിനു വേണ്ടിയിട്ട് മഖബറക്ക് കല്ല് ചുമന്നപ്പോ അവിടുത്തെ വലിയ വലിയ അറിയപ്പെടുന്ന മുസ്ലിയാക്കന്മാർ വുളു എടുത്തിട്ട് വന്നിട്ടാണ് കല്ല് ചുമക്കാൻ പോയത്. ജാറ കെട്ടിപ്പൊക്കാൻ പോയി. വുളു എടുത്തു വന്ന് ജാറൊക്കെ കെട്ടിപ്പൊക്കിയിട്ട് ഇപ്പൊ പഴം നേർച്ച. മരണം നടന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ ഒരു പോലീസ് വാനിൽ കുറച്ച് ആളുകൾ എത്തിയിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഒരച്ഛൻ കഴിഞ്ഞ ദിവസം ഇവിടെ മരണപ്പെട്ടു എന്ന വിവരം അറിഞ്ഞിട്ടാ വന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വർഷങ്ങളായി. ഞങ്ങൾ അന്വേഷിക്കാവുന്ന പരമാവധി അന്വേഷിച്ചു. ആളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. അദ്ദേഹത്തെ അച്ഛനെ കാണാൻ വേണ്ടി ഫോട്ടോയിൽ പത്രത്തിൽ ഫോട്ടോ വന്നപ്പോ അത് കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. പ്രശ്നമായി. അവിടുത്തെ കമ്മിറ്റിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നലെ വരെ നിങ്ങളുടെ അച്ഛനാണ്, ഇന്ന് ഞങ്ങളുടെ ഉപ്പുപ്പയാണ്. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട, മര്യാദക്ക് വണ്ടി വിട്ടോളൂ. രമ്യമായി അതും പരിഹരിക്കേണ്ടി വന്നില്ലേ?